First question, the petrol tank is in the shape of a cylinder fixed with two hemispheres on both end faces. Length of the tank is 7 meter long and common diameter is 3 meter. Draw a rough figure of the tank. How many liters does it have? It hold. The petrol tank is in the shape of a cylinder. ഒരു സിലിണ്ടറിന്റെ ഷേപ്പിലാണ് പെട്രോൾ ടാങ്ക്. അപ്പോൾ നമുക്കൊരു സിലിണ്ടർ വരയ്ക്കാം. സപ്പോസ് ദിസ് ഈസ് എ സിലിണ്ടർ. ഓക്കെ, ഇതാണ് സിലിണ്ടർ. കണ്ടോ? ഓക്കെ, in the shape of a cylinder fixed with the two hemisphere on both the face. അപ്പോൾ ഇവിടെ നമ്മളൊരു അർദ്ധഗോളവും ഇവിടെയും ഒരു അർദ്ധഗോളവും ഫിക്സ് ചെയ്യണം. ഓക്കെ, ലെങ്ത് ഓഫ് ദ ടാങ്ക് ഈസ് 7 മീറ്റർ ലോങ്. അപ്പോൾ ഈ ലെങ്ത് ഓഫ് ദ ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇവിടം വരെ ടോട്ടൽ കേട്ടാ, ഈ അറ്റം ഇവിടുന്ന് ഇവിടം വരെ ടോട്ടൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 7 മീറ്റർ ലോങ്. ആൻഡ് the diameter is 3 meter എന്ന് വെച്ചാൽ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഇതിൻ്റെ ഹൈറ്റ് ഡയാമീറ്റർ 3 മീറ്റർ ആണ്. അപ്പോൾ നമ്മൾ ഈ അർദ്ധഗോളം ഇങ്ങനെ ഫിക്സ് ചെയ്യുമ്പോൾ അർദ്ധഗോളത്തിൻ്റെ റേഡിയസ് എത്ര ഉണ്ടാവും? ഇവിടുന്ന് ഇവിടം വരെ ഈ 3യുടെ പകുതി, ദാറ്റ് ഈസ് 1.5. ക്ലിയർ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ ഡാറ്റാന്ന് കിട്ടുന്നത്. ദെൻ ഡ്രോ എ റഫ് ഫിഗർ. ഇതാണ് റഫ് ഫിഗർ കഴിഞ്ഞു. ദെൻ ഹൗ മെനി ലിറ്റേഴ്സ് ഡസ് ഇറ്റ് ഹോൾഡ്? ഇതിനകത്ത് എത്ര ലിറ്റർ ഉണ്ട്? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ ഒരു അർദ്ധഗോളമുണ്ട്, ഹെമിസ്ഫിയർ ഉണ്ട്, ഇവിടെ ഒരു ഹെമിസ്ഫിയർ ഉണ്ട്, ഇത് ഒരു സിലിണ്ടറാണ്. ഓക്കെ, അപ്പോൾ ഈ മൂന്നെണ്ണമായിട്ട് നമുക്ക് ചെയ്യാം. അതായത് ഒരു ഹെമിസ്ഫിയറിൻ്റെ വോളിയം പ്ലസ് പിന്നെ സിലിണ്ടറിൻ്റെ വോളിയം പ്ലസ് അടുത്ത ഹെമിസ്ഫിയറിൻ്റെ വോളിയം, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഈ രണ്ട് ഹെമിസ്ഫിയറും കൂടി ഒരുമിച്ച് ഒറ്റ സ്ഫിയറായിട്ട് ചെയ്യാം, പ്ലസ് ഒരു സിലിണ്ടറിൻ്റെ വോളിയം. മനസ്സിലായോ? അപ്പോൾ വോളിയം എത്ര ലിറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വോളിയമാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഒന്നുകൂടി പറയാം സാറ്, നമുക്കൊന്നില്ലെങ്കിൽ ഈ ഒരു ഹെമിസ്ഫിയർ ഇപ്പുറത്തൊരു ഹെമിസ്ഫിയർ രണ്ടിൻ്റെ ഫോർമുല ഉപയോഗിച്ച് രണ്ടിൻ്റെ വോളിയം കാണാം, എന്നിട്ട് ഈ സിലിണ്ടറിൻ്റെ വോളിയത്തിനോട് കൂട്ടാം. അല്ലെങ്കിൽ ഒരു ഒറ്റ സ്ഫിയറായിട്ട് കാണാം. കാരണം ഇത് ഈ രണ്ട് സ്ഫിയറിൽ ഒരു ഭാഗമാണ് ഇവിടെയും ഒരു ഭാഗമാണ് അപ്പുറത്തും ഇരിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ സിലിണ്ടർ. നമ്മളിവിടെ ഒരു ഹെമിസ്ഫിയർ, ഇവിടെ ഹെമിസ്ഫിയർ വെച്ചു. ടോട്ടൽ ലെങ്ത് ഓഫ് ദ സിലിണ്ടർ എത്രയായിരുന്നു? 7 മീറ്റർ. ആൻഡ് അതിൽ നിന്ന് നമുക്ക് ഈ ജസ്റ്റ് ഈ സിലിണ്ടറിൻ്റെ മാത്രം കാണാം. ടോട്ടൽ, അതായത് ഈ ഫിഗറിൻ്റെ മൊത്തം പെട്രോൾ ടാങ്കിൻ്റെ മൊത്തം ആണ് 7 മീറ്റർ. ഓക്കെ, ദിസ് ഈസ് ദ 7 മീറ്റർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് ദൂരം ഉണ്ടാവും. അത് അറിയണമെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള അകലം നമുക്കറിയാം 3 ആണ്. അതിൻ്റെ പകുതി ഇവിടെ എത്രയാണ്? 1.5. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു അർദ്ധഗോളത്തിൻ്റെ റേഡിയസും അതിൻ്റെ ഹൈറ്റും സെയിം ആയിരിക്കും. ദിസ് ഈസ് 1.5 ആൻഡ് ആൾസോ ദിസ് ഈസ് 1.5. ഇതും 1.5 ആണ്. അപ്പോൾ 1.5 എന്ന് പറയുമ്പോൾ 3. ഇവിടെ 1.5, ഇവിടെ 1.5. അപ്പോൾ 3 കുറയ്ക്കണം. ഈ 1.5 കൂട്ടിക്കഴിഞ്ഞാൽ 3 കിട്ടും നമുക്ക്. അപ്പോൾ ടോട്ടൽ നീളം എന്ന് പറഞ്ഞാൽ 7 ആണ്. 7ൽ നിന്ന് ഇതും പിന്നെ ഇതും ക്യാൻസൽ ചെയ്ത് ബാലൻസ് ഈ പറയുന്ന സിലിണ്ടറിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 മീറ്റർ ആണ്. കിട്ടിയോ? ക്ലിയർ? അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ. അതായത് ഈ സിലിണ്ടറിൻ്റെ ഹൈറ്റ് 4 മീറ്റർ, പിന്നെ ഹെമിസ്ഫിയറിൻ്റെ റേഡിയസ് 1.5. അതങ്ങനെ കിട്ടി, 3ൻ്റെ പകുതി. അത് തന്നെയാണ് സിലിണ്ടറിൻ്റെ റേഡിയസ്. ഇത്രയും ഡാറ്റ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് വോളിയം കാണുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വോളിയം ഓഫ് എ സിലിണ്ടർ കാണാം. ആ സിലിണ്ടറിൻ്റെ വോളിയം നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മുടെ സിലിണ്ടർ, ദിസ് ഈസ് അവർ സിലിണ്ടറിൻ്റെ വോളിയം കാണാനുള്ള സമവാക്യം എന്താ? വോളിയം ഓഫ് എ സിലിണ്ടർ ഈക്വൽ ടു pi r square h. Then r means the radius നമുക്കറിയാം 1.5. so radius is given, that is equal to 1.5. radius is given. Then height, what is the height എന്ന് പറയുമ്പോൾ ഇവിടെ ഇതിൻ്റെ നീളമാണ്. ഇതിൻ്റെ നീളം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു 4 meter. so the height is 4 meter. then equation apply v is equal to pi into r square. R means 1.5 square into height. What is height? 4. Clear? So this is equal to നിങ്ങൾ കാണുക 1.5 സ്ക്വയർ ആണ്. ഇത് പൈ ഇൻറ്റു 1.5 സ്ക്വയർ എന്ന് പറയുമ്പോൾ 15ൻ്റെ സ്ക്വയർ നിങ്ങൾക്കറിയാം. 15ൻ്റെ സ്ക്വയർ എത്രയാണ്? 225. ഓക്കെ, അപ്പോൾ 1.5 സ്ക്വയർ എന്ന് പറയുമ്പോൾ 0.2 ഒരു സംഖ്യ, അപ്പോൾ സ്ക്വയറിൽ 2 സ്ഥാനം 2.25 ആണ് എൻ്റെ ഉത്തരം. കിട്ടിയോ? 1.5ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.25. അതിൽ നമുക്ക് 4 കൊണ്ട് ഗുണിക്കണം. ഇൻറ്റു
4 എന്ന് ഗുണിക്കുമ്പോൾ 4 5 20 0 സിസ്റ്റം 2 8 2 10 0 സിസ്റ്റം 1 8 1 9. You will get 9. Clear? So into 9. So the answer is 9 pi. Clear? Okay. 9 pi എന്താണ്? സിലിണ്ടറിന്റെ മാത്രം വോളിയമാണ്. ഓക്കെ, ക്ലിയർ. ദെൻ നമുക്ക് ഹെമിസ്ഫിയർ. അപ്പോൾ ഈ സിലിണ്ടറിന്റെ രണ്ടറ്റത്തായിട്ട് നമ്മൾ ഹെമിസ്ഫിയർ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഹെമിസ്ഫിയർ. അപ്പോൾ ഹെമിസ്ഫിയർ ഇവിടെ അറ്റാച്ച് ചെയ്ത് ഇവിടെ അറ്റാച്ച് ചെയ്തു. സോ ഈ ഹെമിസ്ഫിയറിന്റെ ഓരോന്നിനെയും കണ്ടിട്ട് 2 കൊണ്ട് ഗുണിക്കാം. ഇത് ഒരെണ്ണത്തിന് കണ്ടിട്ട് 2 കൊണ്ട് ഗുണിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒറ്റ സ്ഫിയർ ആയിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഒരെണ്ണം കണ്ടിട്ട് 2 കൊണ്ട് ഗുണിക്കുന്ന കേസ് പറയാം. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി വോളിയമാണ്. വോളിയം ഓഫ് എ ഹെമിസ്ഫിയർ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇത് രണ്ടെണ്ണത്തിൻ്റെയാണ് പറയാൻ വേണം. ഒരെണ്ണത്തിൻ്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? വോളിയം കാണാനുള്ള ഇക്വേഷൻ 2/3 pi r ക്യൂബ് ഇതാണ്. അപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ ആകുമ്പോൾ ഇൻറ്റു 2 ചെയ്യണം. ഓക്കെ, സോ 2/3 pi r cube. So this is equal to 2 into 2/3 into pi into r cube. R cube എന്ന് പറഞ്ഞാൽ 1.5ന്റെ cube. Clear? Okay. So this is equal to 4/3 into pi into 1.5ന്റെ ക്യൂബ് കാണുന്നത്. നേരത്തെ നമ്മൾ 1.5 into 1.5 നേരത്തെ ചെയ്താൽ നമുക്ക് 2.25 കിട്ടി അല്ലേ? നമുക്ക് 2.25 കിട്ടി. നമുക്ക് ഇനി എന്ത് ചെയ്താൽ ഇൻറ്റു 1.5 ജസ്റ്റ് 15 കൊണ്ട് അധികം ഗുണിക്കാം. 2.225 25 സിസ്റ്റം 2 2 10 2 12 സിസ്റ്റം 1 2 10 1 11 1 5 5 1 2 2 1 2 2. സോ 5 7 3 3. നമുക്ക് ഏകദേശം എന്താണ് 3375 എന്ന് പറയുന്ന ഒരു ആൻസർ നമുക്ക് കിട്ടുന്നുണ്ട്. അതിനകത്ത് ഇത് 1.5 3 സ്ഥാനം കഴിഞ്ഞ് കുത്തുന്നു. സോ ദ ആൻസർ ഈസ് 3.37 ആണ്. 3.375 ആണ്. ദെൻ ഈ 3.375നെ നിങ്ങൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ദെൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് 4.5. ദെൻ ഈ പൈ കൂടി ചേർക്കുക. പൈ ഇതാണ് ഈ രണ്ട് ഹെമിസ്ഫിയറിനെയും കൂടിയുള്ള വോളിയം എന്ന് പറയുന്നത്. മനസ്സിലായോ? കിട്ടിയോ? ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഈ ഇപ്പോൾ കിട്ടിയ വോളിയവും നേരത്തെ കിട്ടിയ നമ്മുടെ സിലിണ്ടറിൻ്റെ വോളിയമില്ലേ അതും കൂടി എന്ത് ചെയ്യും? നിങ്ങൾ കൂട്ടണം. അപ്പോൾ നമുക്ക് നോക്കാം. സോ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് ടോട്ടൽ വോളിയം ഇസ് ഈക്വൽ ടു വോളിയം ഓഫ് എന്താണ്? വോളിയം ഓഫ് സിലിണ്ടർ പ്ലസ് എന്താണ്? വോളിയം ഓഫ് എന്താണ്? ഹെമിസ്ഫിയർ. ഓക്കെ, എത്ര എണ്ണം? 2 എണ്ണം. സോ ദിസ് ഇസ് ഈക്വൽ ടു വോളിയം ഓഫ് എ സിലിണ്ടർ 9 ആയിരുന്നു, 9 പൈ പ്ലസ് വോളിയം ഓഫ് ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ 4 പൈ. സോ ദ ടോട്ടൽ എന്ന് പറയുമ്പോൾ 4.5 പൈ. ദിസ് ഇസ് ഈക്വൽ ടു 13.5 പൈ എന്ന് കിട്ടും. ഓക്കെ, സോ ദ ആൻസർ ഈസ് 13.5 ഇൻറ്റു 3.14 പൈയുടെ വില. സോ നിങ്ങൾ ഗുണിക്കുമ്പോൾ നിങ്ങൾക്ക് 42.39 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ആൻഡ് ഇറ്റ് ഈസ് ക്യൂബിക് സെന്റിമീറ്റർ, ദാറ്റ് ഇസ് മീറ്റർ ക്യൂബ്. ഇതാണ്. പക്ഷെ നമ്മുടെ ചോദ്യം എത്ര ലിറ്റർ ആണെന്നാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് 42.39 നമുക്ക് ക്യൂബിക് മീറ്ററിലാണ്. ഇത് നമുക്ക് എന്തെങ്കിലും കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ടു ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അതിനുവേണ്ടി സാധാരണ നമ്മൾ 1 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1000 ലിറ്ററാണ്. എത്രയാണ്? 1000 ലിറ്ററാണ്. അപ്പോൾ ഇത്രയും മീറ്റർ ക്യൂബിന് നമ്മൾ ലിറ്റർ കൊടുക്കാൻ ജസ്റ്റ് 1000 കൊണ്ട് കൂടി ഇൻറ്റു 1000 ചെയ്യുമ്പോൾ നമുക്ക് എന്താ വെരി സിമ്പിളാണ്. 42.39. അതായത് 2 സ്ഥാനം കഴിഞ്ഞ് കുത്തിടുക. ദെൻ ഒരു 0 കൂടി ഉണ്ട്, ആ ഒരു 0 കൂടി ചേർക്കുക. ദാറ്റ്സ് ഓൾ. 42,390
ലിറ്ററാണ് ആ പറയുന്ന പെട്രോൾ ടാങ്കിൻ്റെ കപ്പാസിറ്റി. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 2. വാട്ട് ഈസ് ദ സർഫസ് ഏരിയ ഓഫ് ദ ലാർജസ്റ്റ് സ്ഫിയർ ദാറ്റ് ക്യാൻ ബി കാർവ്ഡ് ഔട്ട് ഫ്രം എ ക്യൂബ് ഓഫ് 10 സെൻറ്റിമീറ്റർ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ക്യൂബ് എന്താ? ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വശവും സെയിം ആയിട്ടുള്ള ഒരു ചതുരക്കട്ട. നമ്മൾ പാമ്പും പൂണിയൊക്കെ കളിക്കില്ലേ, പാമ്പും പൂണിയൊക്കെ അതേപോലത്തെ. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് ഇതാണ് ക്യൂബ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു സൈഡ് 10 ആണ്. ഓക്കെ, ക്ലിയർ. അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കൊരു ഗോളം ഇങ്ങനെ കട്ട് ചെയ്തിരിക്കണം, സ്ഫിയർ. എങ്കിൽ അതിൻ്റെ സർഫസ് ഏരിയ, സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ എന്തായിരിക്കും എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സപ്പോസ് ദിസ് ഈസ് ദ എന്താ പറയുക ക്യൂബ്. ആ ക്യൂബിൽ നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്ന ഗോളമാണിതെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളിവിടെ ഈ ക്യൂബിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂബിൻ്റെ ഒരു സൈഡ് എത്രയുണ്ട്? 10 സെൻറ്റിമീറ്റർ ഉണ്ട്. നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ഗോളത്തിൻ്റെ ഡയാമീറ്ററും എന്ത് തന്നെയായിരിക്കും? 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. 10 സെൻറ്റിമീറ്ററിൻ്റെ പകുതി എത്രയാണ്? 5 സെൻറ്റിമീറ്റർ. ക്ലിയർ? സോ നമുക്കറിയാം ഒരു ഗോളത്തിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 4 pi r square. Clear? And here the r is given. r എന്ന് പറയുന്നത് എത്രയാണ്? r എന്ന് പറയുന്നത് 5 ആണ്. So r is given. So the answer is 4 into pi into r square, that is 5 square എന്ന് പറയും. That is 4 into pi into 25. It is equal to 100. 4 into 4 25 കൊണ്ട് നിങ്ങൾ ഗുണിക്കാം. അപ്പോൾ 100 കിട്ടും. 100 pi. Okay. What is 100 pi? That is 100 into 3.14. 100 into 3.14 is equal to 100 ഗുണിക്കുമ്പോൾ എന്താണ്? രണ്ട് സാധനം കഴിഞ്ഞ് കുത്തണം. 314. ഓക്കെ, this is the answer. 314 എന്താണ്? സെൻറ്റിമീറ്റർ സ്ക്വയർ. ഈ പൈ കൊണ്ട് നിങ്ങൾ ഗുണിക്കാൻ നിർബന്ധമില്ല. ഇവിടെ 100 പൈ എന്ന് ഇട്ടാലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 3. എ സോൾഡ് മെറ്റൽ സിലിണ്ടർ ഓഫ് ബേസ് റേഡിയസ് 8 സെൻറ്റിമീറ്റർ ആൻഡ് ഹൈറ്റ് 12 സെൻറ്റിമീറ്റർ is melted and recast into solid hemisphere of radius 2 centimeter. How many such hemisphere can be made? A solid metal cylinder of base radius 8 centimeter. അതായത് ഒരു മെറ്റൽ സിലിണ്ടർ ഉണ്ട്. അതിൻ്റെ ബേസ് റേഡിയസ് എന്ന് പറയുന്നത് താഴെയുള്ളത്, അത് മുകളിലുള്ളതൊക്കെ സെയിം ആയിരിക്കും. എത്രയാണ്? 8 സെൻറ്റിമീറ്റർ ആണ്. എത്രയാണ്? 8 സെൻറ്റിമീറ്റർ. ദിസ് ഈസ് 8 സെൻറ്റിമീറ്റർ. ക്ലിയർ? ആൻഡ് ഹൈറ്റ് 12 സെൻറ്റിമീറ്റർ. ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത്, ഈ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 12 സെൻറ്റിമീറ്റർ. ഓക്കെ. മെൽറ്റഡ് ആൻഡ് റീകാസ്റ്റ് ഇൻ സോൾഡ് ഹെമിസ്ഫിയർ ഓഫ് റേഡിയസ് 2 സെൻറ്റിമീറ്റർ. നമ്മൾ ഒരു ഹെമിസ്ഫിയർ ആണ്. ഹെമിസ്ഫിയർ ഓഫ് റേഡിയസ് 2 സെൻറ്റിമീറ്റർ ഉള്ള ഹെമിസ്ഫിയർ. ഇതിപ്പോൾ ഒരു പൂർണ്ണ വളയമാണ് കാണിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല, ഇതിൻ്റെ പകുതി ഹെമിസ്ഫിയറിൻ്റെ റേഡിയസ് എത്രയാണ്? 2 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾ ഏകദേശം ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ പകുതി ഉള്ള ഗോളം, അങ്ങനെ പകുതിയുള്ള ഗോളം. മനസ്സിലായി? ഇത് മൊത്തത്തിലാണ് നമുക്ക് പകുതി വരയ്ക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാണ് വരയ്ക്കാത്തത്. അപ്പോൾ പകുതിയുള്ള ഗോളം, ഇങ്ങനെയുള്ള പകുതിയുള്ള ഗോളം, അതിൻ്റെ ആരം എത്രയാണ്? റേഡിയസ് 2 സെൻറ്റിമീറ്റർ. അതായത് ഇതിങ്ങനെ ഉരുക്കി, ഇതിങ്ങനെ ചിലപ്പോൾ ഇത് ഇരുമ്പിൻ്റെ എഴുതായിരിക്കും, ഇതിങ്ങനെ ഉരുക്കിയിട്ട് ഇതേപോലത്തെ കുറേ ഉണ്ടാക്കി. ഓക്കെ, ഒരേ വലിപ്പമുള്ളത് 2 സെൻറ്റിമീറ്റർ ആരമുള്ളത്. അങ്ങനത്തെ എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. ഇങ്ങനെയുള്ള ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സിമ്പിൾ എക്സാമ്പിളിലൂടെ പറയാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ കയ്യിൽ 10 കിലോ പഞ്ചസാര ഇടുന്നതായിരിക്കും. ഈ പാത്രത്തിൽ നിറച്ച് 10 കിലോ പഞ്ചസാര ഉണ്ട്. ഈ ഒരു ചെറിയ പാത്രത്തിൽ 2 കിലോ പഞ്ചസാര കൊള്ളും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര പാത്രം വേണം ഈ 10 കിലോ പഞ്ചസാര മുഴുവൻ കൊള്ളിക്കാൻ? വെരി സിമ്പിളാണ്. ഈ 10 കിലോ ഡിവൈഡഡ് ബൈ ഇതിൻ്റെ ഒരു വോളിയം കൊണ്ട് ഹരിക്കുക. ദാറ്റ് ഈസ് 5 പാത്രം വേണം. വെരി സിമ്പിൾ അല്ലേ? ഇതുപോലെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ വോളിയം V1, സപ്പോസ് ദിസ് ഈസ് V1, ഇതിൻ്റെ വോളിയം എത്രയാണ്? V2. ദെൻ ഫൈൻഡ് ദ 2 വോളിയംസ്. ഇതിൻ്റെ രണ്ടുപേരുടെയും വോളിയം സെപ്പറേറ്റ് കാണുക. എന്നിട്ട് വലിയ പാത്രത്തിൻ്റെ വോളിയം ഡിവൈഡഡ് ബൈ ചെറിയ പാത്രം ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നതും അത് തന്നെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇതിൻ്റെ സിലിണ്ടറിൻ്റെ വോളിയം കാണും, ദെൻ ഹെമിസ്ഫിയറിൻ്റെ വോളിയം കാണും, ദെൻ ഈ ഇതിൻ്റെ വോളിയത്തിന് ഇതിൻ്റെ വോളിയം കൂടി നമ്മൾ ഡിവൈഡ് ചെയ്യും. ഫസ്റ്റ് ഓഫ് ഓൾ സിലിണ്ടറിൻ്റെ വോളിയം കാണാനുള്ള സമവാക്യം എന്താണ്? വോളിയം ഓഫ് എ സിലിണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു pi r square h. This is r, pi r square h. Okay, h.
Then what is our radius? Radius is given and the cylinder of base radius 8 centimeter. So this is 8 and height 12 centimeter. So height is given. Height is equal to 12 centimeter. Then put the value here. It's equal to pi into r square. What is our 8? 8 square into height. Height is 12. 12. Clear? So this is equal to pi into 64 എന്ന് എഴുതണ്ട 8 into 8. എന്താണ് സാർ അങ്ങനെ എഴുതാൻ കാരണം നമുക്ക് ഇനി വെട്ടിക്കളയാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇൻറ്റു 12. ഇതാണ് വോളിയം ഓഫ് എന്താണ് സിലിണ്ടർ. നിങ്ങൾ ഇങ്ങനെ ഇടാം. ഇനി നമുക്ക് വോളിയം ഓഫ് എന്താണ് ഹെമിസ്ഫിയർ. ശ്രദ്ധിക്കുക, ഇവിടെ നമ്മളൊരു റൗണ്ട് കൊടുത്തിട്ടുണ്ട്, പക്ഷെ ചോദിച്ചേക്കണം എന്താണ് ഹെമിസ്ഫിയർ ആണ്, അർദ്ധഗോളമാണ്. ഓക്കെ, അപ്പോൾ അർദ്ധഗോളത്തിൻ്റെ വോളിയം കാണാനുള്ള സമവാക്യം നമുക്കറിയാം എന്താണ് 2/3 pi r cube. ഓക്കെ, സോ നെക്സ്റ്റ് സ്ലൈഡ് നമുക്കത് കാണാം. 2/3 pi r cube. അപ്പോൾ വോളിയം ഓഫ് എ ഹെമിസ്ഫിയർ അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഈക്വൽ ടു 2/3 pi r cube. So 2/3 pi r. What is r? നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് റേഡിയസ് 2 centimeter. So this is equal to 2 cube. So ഇത് ഇങ്ങനെ എഴുതാം 2/3 pi into 2 cube means 2 into 2 into 2. ജസ്റ്റ് ഇത്രയും എഴുതില്ല. ദിസ് ഇസ് V2 വോളിയം 2. ഇത് നമ്മൾ പറഞ്ഞു നമ്പർ ഓഫ് ഹെമിസ്ഫിയർ, എത്ര ഹെമിസ്ഫിയർ നമുക്ക് കാണാൻ പറ്റും. നമ്പർ ഓഫ് ഹെമിസ്ഫിയർ കാണാനായിട്ട് ഇറ്റ് ഈസ് ഈക്വൽ ടു V1 divided by V2. വോളിയം ഓഫ് ദ സിലിണ്ടറിൻ്റെ വോളിയം ഡിവൈഡ് ബൈ ഹെമിസ്ഫിയറിൻ്റെ വോളിയം കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ കണ്ടായിരുന്നു സിലിണ്ടറിൻ്റെ വോളിയം എത്രയാണ് പൈ ഇൻറ്റു 8 into 8 into 12. ആൻഡ് നൗ വോളിയം ഓഫ് എന്താണ് സ്ഫിയർ 2/3 pi into 2 into 2 into 2. നമുക്ക് രണ്ടും കൂടി ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ കണ്ടത് വോളിയം ഓഫ് എന്താണ് സിലിണ്ടർ ഡിവൈഡ് ബൈ വോളിയം ഓഫ് ഹെമിസ്ഫിയർ. So what is the volume of cylinder? Volume of the cylinder is equal to pi into 8 into then again 8 into 12 pi r square h. Okay, divided by what is the volume of hemisphere? Hemisphere the volume is 2/3 into pi into 2 3 times 2 into 2 into 2. So you can easily cut out the pi. Okay, pi നമുക്ക് എന്താണ് വെട്ടിപ്പോവും. pi വെട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുന്നിലുള്ളത് എന്താ ഇവിടെ 2 8 വെട്ടിപ്പോയി. This become 4 again 2 8 with this become again 4 again 2 12 വെട്ടിപ്പോയി. This is 6. Okay, again this 2 and 2 വെട്ടിപ്പോയി. This become 2. ഓക്കെ, ഇപ്പോൾ നമ്മുടെ മുന്നിൽ കിടക്കുന്നത് 4 into 2 into 6. So this is equal to 4 into 2 into 6 divided by ഇവിടെ ഒന്നുമില്ല അല്ലേ, എല്ലാം വെട്ടിപ്പോയി 1/3. ഈ താഴെയാണ് 3 കിടക്കുന്നത്. അപ്പോൾ മുകളിൽ സംഖ്യേനെ 1/3 കൊണ്ട് നമുക്ക് ഹരിക്കാൻ പറ്റില്ല, കാരണം ഇതൊരു സംഖ്യ ഇതൊരു ഭിന്ന സംഖ്യയാണ്. അപ്പോൾ ഇവരുടെ താഴെ ഒരു 1 ഇടാം. കിട്ടിയോ? എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 into 2 into 6. ഓക്കെ, ഡിവൈഡഡ് ബൈ 1. മുകളിലത്തെ ഭിന്നസംഖ്യ അങ്ങനെ ഇട്ടിട്ട് താഴത്തെ ഭിന്നസംഖ്യ നമ്മൾ തിരിച്ചിട്ട് ഗുണിക്കണം. ദറ്റ് ഈസ് 3/1. കിട്ടിയോ? ഈക്വൽ ടു 4 into 2 ദറ്റ് ഈസ് 8. 6 into 3 18. ഓക്കെ, ദെൻ 8 into 18 into 8. 64 4 സിസ്റ്റം 6 8 8 6 14 144. ക്ലിയർ? സോ 144 144 എണ്ണം നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 4.
We want to make a paper pyramid with the base a square of 10 centimeter and a height 12 centimeter. What should be the length of the sides of the triangle? ഇവിടെ നമ്മൾ ഒരു സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കാനാണ് പറയുന്നത്. സ്ക്വയർ പിരമിഡ് നിങ്ങൾക്കറിയാലോ, താഴെ സമചതുരമായിട്ടുള്ള പിരമിഡാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. കണ്ടോ, ഇങ്ങനെയുള്ള ഒരു പിരമിഡാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. താഴെ സമചതുരമാണ്. സ്ക്വയർ ഓഫ് സെന്റിമീറ്റർ 10 സെന്റിമീറ്റർ. അതിന്റെ നീളം എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണ്. എല്ലാ വശവും 10 സെന്റിമീറ്റർ. അതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ സെന്ററിൽ നിന്ന് ഈ പൊക്കം ഇതെത്രയാണ്? ദിസ് ഇസ് ഹൈറ്റ്. ഹൈറ്റ് ഇസ് ഈക്വൽ ടു 12 സെന്റിമീറ്റർ. ഓക്കെ, അപ്പോൾ നമ്മളൊരു സ്ക്വയർ പിരമിഡിന്റെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്, ഒന്ന്, അതിന്റെ എല്ലാ വശവും താഴെ ഒരു സ്ക്വയർ ആണ്. എല്ലാ വശവും സെയിം ആയിരിക്കും 10. ആൻഡ് ഇത് ഉണ്ടാവുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ താഴെയുള്ള സ്ക്വയർ നമ്മളിങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ചുറ്റിനുമുള്ളത് സമപാർശ്വ ത്രികോണമാണ്. രണ്ട് വശവും സെയിമായ ത്രികോണങ്ങളാണ് ചുറ്റിനുമുള്ളത്. കണ്ടോ, ക്ലിയർ? ഈ ത്രികോണങ്ങൾ ഇങ്ങനെ അടുപ്പിച്ച് മുകളിലേക്ക് വെക്കുന്നതാണ് ഇതിൻ്റെ ഈ മൂലയും ഈ 4 മൂലകളും നമ്മളിങ്ങനെ പൊക്കിയെടുത്ത് സെന്ററിലേക്ക് കൊണ്ടുവരാം, മുകളിലേക്ക് കേട്ടോ. അപ്പോഴാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇത് നമ്മൾ ആ ബേസിന് 4 സൈഡിലും ട്രയാങ്കിൾ ഉണ്ടാവും. അപ്പോൾ ഈ ട്രയാങ്കിളിന്റെ ഡയമെൻഷൻസ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു സൈഡിനെ നമ്മൾ എ എന്നാണ് പറയുക. എ ബേസ് അത് സ്ക്വയറിന്റെ ബേസ് തന്നെയാണ് ത്രികോണത്തിന് വരാം. എന്നാൽ ഈ ഒരു സൈഡ്, ഈ 2 വശങ്ങളുണ്ട്, നമ്മൾ ഇ എന്ന അക്ഷരം കൂടെ സൂചിപ്പിക്കും. ഈ എഡ്ജ്. അതുപോലെ ഇവിടുന്ന് സെന്ററിൽ നിന്ന് ഇങ്ങോട്ടുള്ള അകലം, ഇത് നമ്മൾ എൽ എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുക. ക്ലിയർ? അതുപോലെ ഈ സമചതുരത്തിന്റെ ഇതിന് നമ്മൾ ഡയഗണൽ ഡി എന്ന് പറയും. ക്ലിയർ? ഇതും ഡയഗണൽ. ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന പോയിന്റ് ആയിരിക്കും ഈ സെന്റർ എന്ന് പറയുന്നത്. കിട്ടിയോ? അപ്പോൾ നമ്മൾ ഈ ഒരു ത്രികോണം കൂടെ അടുപ്പിക്കുമല്ലോ, ഈ സെന്റർ അടുത്തേക്ക് അടുപ്പിക്കും, മുകളിലേക്ക്. അങ്ങനെ അടുപ്പിക്കുന്ന സമയത്ത് ലിസൺ, ഇതാണ് നമ്മുടെ സെന്റർ. അപ്പോൾ നോക്കൂ, ഈ ഒരു ട്രയാങ്കിൾ ഞാൻ പൊക്കിയെടുത്തും കൊണ്ട് അടുപ്പിക്കുന്ന സമയത്ത് ഈ ട്രയാങ്കിളിന്റെ ഈ വശം, ദാറ്റ് ഈസ് ഇ ഇവിടെ വന്ന് ഇങ്ങനെ ചേരും. ശരിയല്ലേ? ഓക്കെ, ഇവിടുന്ന് ഹൈറ്റ് ഉണ്ട്. ദിസ് ഈസ് ഹൈറ്റ്, എച്ച് ഹൈറ്റ്. ഇവർ തമ്മിൽ ഇവിടെ ഒരു മട്ടത്രികോണം ഫോം ചെയ്യുന്നുണ്ട്, ഒരു 90 ഡിഗ്രി ആംഗിൾ. കണ്ടോ? ആൻഡ് ദിസ് സൈഡ്, ദിസ് ഈസ് ദ സൈഡ്. കണ്ടോ? ക്ലിയർ? അപ്പോൾ ഇത് ഈ സൈഡ് എന്താണ്? D/2. എന്താണ്? D/2. അപ്പോൾ ഓക്കെ, അപ്പോൾ ഈ ഇത് കാര്യം മനസ്സിലാക്കുക. എച്ച് ഹൈറ്റ്, D/2 എച്ചും തമ്മിൽ 90 ഡിഗ്രി. ദെൻ ഈ എന്ന് പറയുന്നതിന്റെ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഹൈപ്പോട്ടിനസ്. സോ അപ്പോൾ ആ മട്ടത്രികോണം മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു എഡ്ജിന് ഇ എന്നും താഴെയുള്ള വശത്തിന് D/2 ഡയഗണലിന്റെ പകുതി എന്നും ഇത് ഹൈറ്റ് എന്ന് കിട്ടും. ക്ലിയർ? ആൻഡ് വാട്ട് ഇസ് ഹൈറ്റ്? ദിസ് 12 സെന്റിമീറ്റർ. ഇറ്റ് ഈസ് ഗിവൻ 12 സെന്റിമീറ്റർ. ആൻഡ് ഈ നമ്മൾ എന്താണ് കണ്ടുപിടിക്കണം. കാരണം ഈ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ 2 വശം കിട്ടി ത്രികോണത്തിന്റെ. നമ്മുടെ ചോദ്യം എന്താ? വാട്ട് ഷുഡ് ബി ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ? ഈ ട്രയാങ്കിളിന്റെ വശങ്ങൾ എന്താവണമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി ഈ ഒരു വശം നമുക്ക് കാണണ്ട, കാരണം ഈ കാണിച്ചിരിക്കുന്ന വശം എന്ന് പറയുന്നത് എന്താണ്? സ്ക്വയറിന്റെ സൈഡ് തന്നെയാണ്. അപ്പോൾ അത് 10 ആണ്, ഇത് 10 ആണ്. ഇത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരാണ്? ഇ ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ? ഇ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ മട്ടത്രികോണത്തിലെ കർണമായിട്ട് വരും, ഹൈപ്പോട്ടിനസ് ആയിട്ട് വരും. ഹൈപ്പോട്ടിനസ് ആണ് എന്താണ്? പാദം സ്ക്വയർ പ്ലസ് എന്താണ്? ലംബ സ്ക്വയർ. ബേസ് സ്ക്വയർ പ്ലസ് പെർപെൻഡിക്കുലർ സൈഡ് സ്ക്വയർ. അപ്പോൾ ബേസിൽ ഒരു D/2. ഡി നമുക്കറിയില്ല. ഡി വെരി സിമ്പിൾ ആണ്. എങ്ങനെയാണ്? നമുക്ക് ഇത് 10 ആണെന്ന് അറിയാം, ഇതും 10 ആണെന്ന് അറിയാം. കാരണം എന്താ? സ്ക്വയർ ആണ്. ദെൻ ഈ ഡയഗണൽ എന്തായിരിക്കും? നമ്മൾ ട്രിഗണോമെട്രി പഠിച്ചിട്ടുണ്ടാവും. ദിസ് ഇസ് 45 ഡിഗ്രി ആൻഡ് ദിസ് ഇസ് ആൾസോ എന്താണ്? 45 ഡിഗ്രി. ഇതെന്താണ്? 90. എന്താണ് കാരണം? ഇവിടെ സെയിം ആണെങ്കിൽ 1:1 എന്ന അംശബന്ധത്തിലാണെങ്കിൽ ഈ 2 വശങ്ങളും സെയിം ആണെങ്കിൽ 45 ഡിഗ്രി ആയിരിക്കും. അങ്ങനെ ഇറ്റ്സ് വെരി സിമ്പിൾ. ഇത് √2 ആയിരിക്കും. വശം ഇൻറ്റു √2, ദാറ്റ് ഈസ് 10√2. കിട്ടിയോ? അപ്പോൾ ഡയഗണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 10√2. ഡയഗണൽ 10√2. ക്ലിയർ? പക്ഷെ ഡയഗണലിന്റെ പകുതി മതി നമുക്ക്. അപ്പോൾ 10ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 5. ദിസ് ഈസ് 5√2. 5√2. Clear? And this side is 12. So you can easily find out E by using Pythagoras theorem. നോക്കാം നമുക്ക്. So our E is equal to E square, Karnam square is equal to root of
പാദം സ്ക്വയർ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് വരുന്നത് h സ്ക്വയർ പ്ലസ് d/2 ഹോൾ സ്ക്വയർ d/2 ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതാണ് e സ്ക്വയർ അല്ല e. സോ റൂട്ട് ഓഫ് h സ്ക്വയർ എന്ന് പറയുമ്പോൾ e സ്ക്വയർ എന്ന് പറയുമ്പോൾ പാദം സ്ക്വയർ പ്ലസ് ലംബ സ്ക്വയർ, വെറും ഈ കാണുമ്പോൾ റൂട്ട് ഇടണം കേട്ടോ, അത്രേ ഉള്ളൂ. h സ്ക്വയർ എന്ന് പറയുമ്പോൾ 12 സ്ക്വയർ പ്ലസ് d/2 നമ്മൾ നേരത്തെ കണ്ടു 10ന്റെ പകുതി 5 റൂട്ട് 2 ഹോൾ സ്ക്വയർ. ക്ലിയർ? ഓക്കെ. സോ വാട്ട് ഈസ് 12 സ്ക്വയർ? ദാറ്റ് ഈസ് 144 പ്ലസ് 5ന്റെ സ്ക്വയർ ആദ്യം കാണാം, ദാറ്റ് ഈസ് 25 into then root 2 into square. root 2 into square na root 2 into root 2 2. So the answer is root of 144 plus 25 into 2, that is 15, that is equal to root of 194. 194 root illa athra itta madi. ഇതാണ് ട്രയാങ്കിളിന്റെ എന്ത് ഇ. അപ്പോൾ ഇ നമ്മൾ കണ്ടെത്തി. എ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. എത്രയായിരുന്നു? 10 സെന്റിമീറ്റർ. സോ ദിസ് ഈസ് 10 സെന്റിമീറ്റർ ആൻഡ് ദിസ് ഈസ് എന്താണ്? റൂട്ട് 194. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ number 5. A vessel in the shape of a cone attached to the top of a cylinder. Its total height is 10 meter, slant height of a conical part is 5 meter, and the common radius is 3 meter. What is the capacity of the vessel in liters? Very simple. ഒരു സിലിണ്ടർ ഉണ്ട്, വെസൽ ഇൻ ദ ഷേപ്പ് ഓഫ് എ കോൺ അറ്റാച്ച് ദ ടോപ്പ് ഓഫ് എ സിലിണ്ടർ. ഈ സിലിണ്ടറിന്റെ മീതെ നമ്മൾ ഒരു കോൺ, ഒരു വൃത്തസ്തൂപി അറ്റാച്ച് ചെയ്തു. ടോട്ടൽ ഹൈറ്റ് ഈസ് 10 മീറ്റർ. ഇതിന്റെ മൊത്തം ഉയരം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 10 മീറ്റർ. ദിസ് ഈസ് 10 മീറ്റർ. 10 meter, and slant height of the conical part is 5 meter. Is slant height, that is equal to അത് 5 meter എന്നുള്ളത്. It is equal to 5 meter, and the common radius is 3 meter. Common radius എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെ ഉള്ള റേഡിയസ് എത്രയാണ്? 3 meter എന്ന് പറയുന്നത്. എന്ത് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ കപ്പാസിറ്റി ഓഫ് ദി വെസൽ ഇൻ ലിറ്റേഴ്സ്? ഇതിന്റെ മൊത്തത്തിൽ ഉള്ള കപ്പാസിറ്റി നമ്മൾ കണ്ടുപിടിക്കണം. ഇറ്റ്സ് വെരി സിമ്പിൾ. നമ്മൾ ഇതിന് മുന്നേ കണക്ക് ചെയ്ത പോലെ ഫസ്റ്റ് ഓഫ് ഓൾ ഈ സിലിണ്ടറിന്റെ വോളിയം കണ്ടുപിടിക്കുക, then ഈ കോണിന്റെ വോളിയം കണ്ടുപിടിക്കുക, രണ്ടിന്റെ വോളിയം നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഓക്കെ. സോ കൺസിഡർ ദിസ് ദ വോളിയം ഓഫ് കോൺ ഇസ് V1 and the volume of the cylinder is V2. Okay. So the total volume is equal to V1 plus V2. Clear? Then how to find the volume of a cone? കോണിന്റെ വോളിയം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? കോണിന്റെ വോളിയം കാണാനുള്ള സമവാക്യം വോളിയം ഓഫ് എ കോൺ is equal to 1/3 pi r square h. 1/3 pi r square h. ഇതാണ് നമ്മുടെ ഫോർമുല. ആൻഡ് ഹിയർ ദ റേഡിയസ് ഇസ് ഗിവൺ അല്ലെ, കോമൺ റേഡിയസ് ആണ് രണ്ടു പേർക്കും തന്നിട്ടുണ്ട് 3 മീറ്റർ. സോ r is given 3 meter, but the height is not given. ഹൈറ്റ് തന്നിട്ടില്ല. ഇതാണ് ഹൈറ്റ്. ഓക്കെ. അപ്പോൾ ഈ ഹൈറ്റ് എങ്ങനെ കാണും? നമുക്ക് റേഡിയസ് അറിയാം. റേഡിയസ് എത്രയാണ്? 3. ആൻഡ് ദിസ് സ്ലാൻഡ് ഹൈറ്റ് L is given 5 meter. Then according to Pythagoras theorem നമുക്ക് h കണ്ടുപിടിക്കാം. വെരി സിമ്പിൾ ആണ്. h കാണാനായിട്ട് h is equal to കർണ സ്ക്വയർ മൈനസ് പാദ സ്ക്വയർ. ദാറ്റ് ഈസ് കർണ ഇവിടെ ഹൈപ്പോട്ടനസ് എന്ന് പറഞ്ഞാൽ 5 ആണ്. സോ 5 സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ, ദാറ്റ് ഈസ് 3 സ്ക്വയർ is equal to root of 25 minus 9, that will be equal to root 16. 16 root നമുക്കറിയാലോ എത്രയാണ്? 4. സോ h is equal to 4. 16 root 4. അപ്പോൾ h-ന്റെ വില എന്ത് കിട്ടി? h-ന്റെ വില നമുക്ക് 4 എന്ന് കിട്ടി. ഓക്കെ. ക്ലിയർ? Then it's very simple. 1/3 into pi into then r square. What is r? 3 square okay into 4. And remember ഇവിടെ ഒരു 3 താഴെ ഉണ്ട്, ഒരു 3 സ്ക്വയർ ആണ്. അപ്പോൾ ഈ ഒരു 3 സ്ക്വയറിൽ 3 മൾട്ടിപ്ലൈ. അപ്പോൾ 3 into 4 12. that is 12 pi എന്താണ്? 12 pi meter. 12 pi meter volume 1. that is volume of the cone. Okay, clear? 12 pi meter cube.
Similarly, we can find the volume of the cylinder. Then what is the volume of the cylinder? V2. Volume of the cylinder. Cylinder volume എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is pi r square h. Pi r square h. And here the radius is same. Radius is given 3 meter. But here the h is not. H എന്ന് പറഞ്ഞാൽ ഈ കോണിന്റെ ഹൈറ്റ് അല്ല. The whole height. Total height ആണ് എന്ത് h എന്ന് പറയുന്നത്. Total height അല്ല, സോറി. Total height-നേക്കാളും കോണിന്റെ ഹൈറ്റ് കുറച്ചിട്ട് സിലിണ്ടറിന്റെ മാത്രം ഹൈറ്റ്. സിലിണ്ടറിന്റെ മാത്രം ഹൈറ്റ് ആണ് h എന്ന് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ ഹൈറ്റ് തന്നിട്ടുണ്ട്. ടോട്ടൽ ഹൈറ്റ് എത്രയാണ്? 10 മീറ്റർ. ക്ലിയർ? ടോട്ടൽ ഹൈറ്റ് 10 മീറ്റർ. സിലിണ്ടറിന്റെ ഹൈറ്റ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. സിലിണ്ടറിന്റെ ഹൈറ്റ് ഈസ് ഈക്വൽ ടു 4. ക്ലിയർ? അപ്പോൾ ഈ സിലിണ്ടറിനല്ല, കോണിന്റെ ഹൈറ്റ് 4. അപ്പോൾ സിലിണ്ടറിന്റെ ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. ക്ലിയർ? ദിസ് വെരി സിമ്പിൾ. നോക്കൂ, ഈ ഒരു രൂപത്തിന്റെ മൊത്തത്തിലുള്ള ഉയരം 10. അതിനകത്ത് കോണിന്റെ മാത്രം ഉയരം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു 4. ഓക്കെ, ഈ 10-ന്ന് 4 കുറച്ചാൽ നമുക്ക് സിലിണ്ടറിന്റെ ഉയരം കിട്ടും. ദാറ്റ് ഇസ് 6. ക്ലിയർ? അത് ഉപയോഗിച്ചിട്ടാണ് നമുക്കിനി ചെയ്യാൻ. അപ്പോൾ V2 സിലിണ്ടറിന്റെ ആ വോളിയം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ എന്താണ്? pi r square h. സോ r is equal to 3 ആൻഡ് h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഹൈറ്റ് ആയ 10-ൽ നിന്ന് കോണിന്റെ ഹൈറ്റ് ആയ 4 കുറയ്ക്കുന്നത്. ദാറ്റ് ഈസ് 10 minus 4 is equal to 6. ഹിയർ h എന്ന് ഉദ്ദേശിക്കുന്നത് ഹൈറ്റ് ഓഫ് ദി സിലിണ്ടർ. സിലിണ്ടറിന്റെ മാത്രം ഹൈറ്റ് ആണ്, അത് 6. ഓക്കെ, ക്ലിയർ? ഓക്കെ, ദെൻ വോളിയം കാണുന്ന ഇക്വേഷൻ എന്താണ്? pi r square h. ദാറ്റ് ഈസ് pi into what is r? R is equal to 3. That is 3 square into h. What is height? 6. Okay, so this is equal to pi into 9 into 6. That is 54. 54 pi. Okay, clear? നേരത്തെ നമുക്ക് എത്രയാണ് മറ്റേ ആളുടെ കോണിന്റെ കിട്ടിയത്? കോണിന് നമുക്ക് കിട്ടിയത് 12 pi. ക്ലിയർ? 12 പൈയും ഇത് എത്രയാണ്? സിലിണ്ടറിന്റെ 54. രണ്ടും കൂടി കൂട്ടാം. അപ്പോൾ ടോട്ടൽ വോളിയം ഈസ് ഈക്വൽ ടു 12 pi plus 54 pi. It's very simple. So 12 pi and 54 pi കൂടി കൂട്ടുമ്പോൾ you will get a 66 pi. Okay, then pi യുടെ വില കൊണ്ട് ഗുണിക്കുക. That implies 66 into 3.14. So the answer is 207. 207.24 meter cube. നമ്മളിത് ലിറ്ററിലേക്ക് മാറ്റണം. 2 മിനിറ്റ് കണക്ക് ചെയ്തതുപോലെ ഇൻറ്റു 1000 ചെയ്യാം. 1000 കൊണ്ട് ചെയ്യാം. അപ്പോൾ 2 സ്ഥാനം കഴിഞ്ഞ് കൊടുത്തിട്ട് 0 കൊണ്ട് ചേർക്കണം. 20724 then again a 0. This is the answer. Okay, 2,07,240 ലിറ്റർ. ഇത്രയും ലിറ്റർ ആണ് ഇതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. Okay, clear? Question number 6. The central angles of two sectors of a circle are 60 degree and 120 degree. Using these sectors, two cones are made. If the radius of the smaller cone is 5 cm, find the radius and base area of the larger cone. Find the surface area of the larger cone. ഇവിടെ എന്താ പറയുന്നത് പറഞ്ഞാൽ the central angles of two sectors of circle are 60 degree and 120 degree. സെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വൃത്തത്തിന്റെ ഭാഗം. ഒരു വൃത്തത്തിൽ നിന്ന് നമ്മൾ വെട്ടിയെടുക്കുന്ന ഒരു ഭാഗം. സപ്പോസ് ഇതൊരു സർക്കിൾ ആണെങ്കിൽ സർക്കിളിൽ നിന്ന് ഇങ്ങനെ മുറിച്ചെടുക്കുന്ന ഒരു ഭാഗമില്ല, ഇതിനെയാണ് നമ്മൾ സെക്ടർ എന്ന് പറയുന്നത്. ക്ലിയർ? അങ്ങനെ നമ്മൾ മുറിച്ചെടുത്ത 60 ഡിഗ്രിയിൽ മുറിച്ചെടുത്തു, അതുപോലെ തന്നെ 120 ഡിഗ്രിയിൽ നമ്മൾ മുറിച്ചെടുത്ത 2 സെക്ടറുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഒരു സെക്ടർ നമ്മൾ ഏതോ ഒരു വൃത്തത്തിൽ നിന്ന് മുറിച്ചെടുത്തു, അത് 60 ഡിഗ്രിയാണ് അതിൻ്റെ ആംഗിൾ. അതുപയോഗിച്ച് അത് വളച്ച് നമ്മളൊരു കോൺ ഉണ്ടാക്കി. ഇങ്ങനെ എടുത്ത് ഇങ്ങോട്ട് വളച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കോൺ ഉണ്ടാവും. ഓക്കെ, നമ്മളൊരു കോൺ ഉണ്ടാക്കി. ക്ലിയർ? അതുപോലെ അടുത്ത സെക്ടർ 120 ഡിഗ്രി, അതായത് ഒരു വൃത്തത്തിൻ്റെ ഭാഗമായിട്ടുള്ള സെൻട്രൽ ആംഗിൾ എത്രയാണ്? 120 ഡിഗ്രി വരുന്ന ഒരു സെക്ടർ മുറിച്ചെടുത്തു, നമ്മൾ അത് വളച്ച് നമ്മൾ എന്താണ് ഇതുപോലെ ഒരു കോൺ നമ്മൾ ഉണ്ടാക്കി. ക്ലിയർ? ഓക്കെ, ഇഫ് ദ റേഡിയസ് ഓഫ് ദ സ്മോളർ കോൺ ഈസ് 5 സെൻറ്റിമീറ്റർ, നമ്മളെങ്ങനെ ഉണ്ടാക്കിയ ആ കോൺ, അതായത് സ്മോളർ കോൺ ഏതായിരിക്കും?
60 ഡിഗ്രി വെച്ച് വരുന്നത്. ഓക്കെ, അത് 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഫൈൻഡ് ദ റേഡിയസ് ആൻഡ് ബേസ് ഏരിയ ഓഫ് ദ ലാർജർ കോൺ. ലാർജർ കോണിൻ്റെ ബേസ് ഏരിയ റേഡിയസ് നമ്മൾ കണ്ടുപിടിക്കണം. കിട്ടിയോ? ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദ സെൻട്രൽ ആംഗിൾസ് ഓഫ് 2 സെക്ടേഴ്സ് ഓഫ് എ സർക്കിൾ. ഒരു സർക്കിളിൽ നിന്നാണ് നമ്മൾ മുറിച്ചെടുത്തത്. ഒരു ഒറ്റ സർക്കിളാണ്. ആ സർക്കിളിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ ആണ് വിചാരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരു സെക്ഷൻ മുറിച്ചെടുത്തു, അത് 60 ഡിഗ്രി. ഓക്കെ, 60 ഡിഗ്രി. നമ്മൾ വേറൊരു സെക്ഷൻ മുറിച്ചെടുത്തു, ദാറ്റ് ഈസ് 120 ഡിഗ്രി. ക്ലിയർ? അപ്പോൾ എല്ലാവരും ആറ് സെയിം ആണ്, റേഡിയസ് സെയിം ആണ്. കിട്ടിയോ? അങ്ങനെ മുറിച്ചെടുത്ത ഈ ഒരു ചെറിയ കഷ്ണമില്ല, ഇത് വെച്ച് നമ്മളൊരു കോൺ ഉണ്ടാക്കി. ക്ലിയർ? ഓക്കെ, ആ കോണിൻ്റെ ഈ ഒരു സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആറ് തന്നെയാണ്, ക്യാപിറ്റൽ ആർ തന്നെയാണ്. അത് മറക്കരുത്. അതാണ് നമ്മൾ ഇതിനകത്ത് നോട്ട് ചെയ്യേണ്ട പോയിന്റ്. റേഡിയസ് നമുക്ക് അറിഞ്ഞൂടെ, സ്മോൾ ആർ, അതവിടെ നിൽക്കട്ടെ. സിമിലാർലി നമ്മൾ ഈ ഒരു കഷ്ണം മുറിച്ചെടുത്ത് അത് വളച്ചപ്പോഴും നമുക്ക് ഒരു കോണുണ്ടായി. ഓക്കെ, ആ കോണിൻ്റെ റേഡിയസും നമുക്ക് അറിയില്ല, അവിടെ കിടക്കട്ടെ. ദെൻ അതിൻ്റെ സ്ലാൻഡ് ഹൈറ്റ്, ഈ പറയുന്ന വശം എപ്പോഴും 6 തന്നെ ആയിരിക്കും. എന്നിട്ട് ഇവിടെ എന്താ തന്നേക്കണം? ഇഫ് ദ റേഡിയസ് ഓഫ് സ്മോളർ കോൺ ഈസ് 5 സെൻറ്റിമീറ്റർ. ഇത് തന്നിട്ടുണ്ട്, ദിസ് ഈസ് ഗിവൺ 5 സെൻറ്റിമീറ്റർ. ഓക്കെ, ദെൻ ഫൈൻഡ് ദ റേഡിയസ് ആൻഡ് ബേസ് ഏരിയ ഓഫ് ദ ലാർജ്. ഇത് വലിയ ഈ കോണില്ലേ, ഈ കോണിൻ്റെ കണ്ടുപിടിക്കണം റേഡിയസ് നമ്മൾ കണ്ടുപിടിക്കണം. ആൻഡ് ബേസ് ഏരിയ, താഴെയുള്ള ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതുമാത്രമല്ല ഫൈൻഡ് ദ സർഫസ് ഏരിയ ഓഫ് ദ ലാർജ്. ഈ ലാർജ് കോണിൻ്റെ സർഫസ് ഏരിയയും കണ്ടെത്തണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റേഡിയസ് കാണാമെങ്കിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ വേണം എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഒരു റേഡിയസ് കാണാനുള്ള സമവാക്യം ഇത് നമ്മൾ പറഞ്ഞു തരുന്ന റേഡിയസ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ഡിവൈഡഡ് ബൈ 360 ഡിഗ്രി ഇൻറ്റു എക്സ് ഡിഗ്രി. ഇവിടെ എക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സെൻട്രൽ ആംഗിളാണ്. ക്ലിയർ? സെൻട്രൽ ആംഗിളാണ് അത്. ഇപ്പോൾ നമ്മൾ ചെറിയതിൻ്റെ എടുക്കുകയാണെങ്കിൽ 60 ഡിഗ്രിയാണ് സെൻട്രൽ ആംഗിൾ. ക്ലിയർ? അത് വളച്ചുണ്ടാക്കിയ ആ കോണില്ലേ, ആ കോണിൻ്റെ ബേസിലുള്ള റേഡിയസ് ആണ് സ്മോൾ ആർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു 5. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്നും, ഈ ഇക്വേഷനിൽ നിന്നും നമുക്ക് ക്യാപിറ്റൽ ആർ കാണാനുള്ള ഇക്വേഷൻ കണ്ടെത്താം. സോ ക്യാപിറ്റൽ ആർ ഇസ് ഈക്വൽ ടു എന്താണ്, ഇവിടെ 360 ഡിഗ്രിയുടെ ഹരിച്ചിരിക്കുന്ന ഇപ്പുറത്തേക്ക് പോകുമ്പോൾ ഗുണനാവും. സോ സ്മോൾ ആർ ഇൻറ്റു 360 ഡിഗ്രി. അതുപോലെ ഇവിടെ ഗുണിച്ചിരിക്കുന്ന എക്സ് ഡിഗ്രി സമത്തിൻ്റെ ഇപ്പുറത്തേക്ക് എടുക്കണം, കാരണം ക്യാപിറ്റൽ ആർ മാത്രം ഒറ്റയ്ക്കാക്കണം. ഇവിടെ ഗുണിച്ചിരിക്കുന്ന ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഹരണമാവും, ഡിവൈഡഡ് ബൈ എക്സ് ഡിഗ്രി. ക്ലിയർ? So the capital R is equal to small r, that is 5 into 360 divided by 60, 60 degree. X degree is equal to 60 degree. Okay, so what happened is 0 get cancel. ഇവിടെ R 36, so 5 into 6 is equal to 30. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ ആർ കിട്ടിക്കഴിഞ്ഞു, അതാണ് 30. ഓക്കെ, ഇനി നമുക്ക് ലാർജർ ആയിട്ടുള്ള സെക്ടർ എടുക്കാം. ലാർജർ സെക്ടർ എൻ്റെ പ്രത്യേകത, ലാർജർ സെക്ടറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ആർ ആണ് എൻ്റെ ഒരു വശം. അതിൻ്റെ ഒരു ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നേക്കുന്നത് 120 ഡിഗ്രിയാണ്. പക്ഷെ അത് ഉപയോഗിച്ചുണ്ടാക്കുന്ന കോണിൻ്റെ റേഡിയസ് എത്രയാണെന്ന് നമുക്ക് അറിഞ്ഞൂടാ, അത് കണ്ടെത്തണം. മാത്രമല്ല ഇതിൻ്റെ ബേസ് ഏരിയ വെരി സിമ്പിളാണ്, ഇത് വൃത്തമായതുകൊണ്ട് πr². അപ്പോൾ ബേസ് ഏരിയ കാണാൻ ചോദിച്ചിട്ടുണ്ട്. ബേസ് ഏരിയ ഇസ് ഈക്വൽ ടു πr², ബട്ട് ആർ നമുക്കറിയില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ ആർ കാണാമല്ലോ, നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ഒന്നുകൂടി ആലോചിക്കുക. സ്മോൾ ആർ ഇസ് ഈക്വൽ ടു, ഇറ്റ്സ് വെരി സിമ്പിൾ, ക്യാപിറ്റൽ ആർ ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു എക്സ് ഡിഗ്രി. ക്ലിയർ? സോ വാട്ട് ഈസ് ക്യാപിറ്റൽ ആർ? ക്യാപിറ്റൽ ആർ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. ക്യാപിറ്റൽ ആർ ഇസ് 30 ദെൻ ഡിവൈഡ് ബൈ 360 ഇൻറ്റു then x degree. Here x means the angle, sector ഉണ്ടാക്കുന്ന angle, that is 120.
120. ഓക്കെ, നമ്മൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഏത് സെക്ടറിൽ നിന്നാണ് കോൺ ഉണ്ടാക്കുന്നത് ആ സെക്ടറിൻ്റെ ആംഗിളാണ് ഈ എക്സ് ഡിഗ്രി ഉദ്ദേശിക്കുന്നത്. ആ സെക്ടറിൻ്റെ റേഡിയസ് ആണ് ക്യാപിറ്റൽ ആർ. നമ്മൾ ഉണ്ടാക്കിയ കോണിൻ്റെ താഴെയുള്ള വൃത്തത്തിൻ്റെ റേഡിയസ് ആണ് സ്മോൾ ആർ. അത് കണ്ടുപിടിച്ചാൽ മാത്രമാണ് നമുക്ക് ഇവിടുത്തെ ബേസ് ഏരിയ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്യണത്. അപ്പോൾ സ്മോൾ ആർ കാണാൻ നിങ്ങൾ ചെയ്യേണ്ടത് ക്യാപിറ്റൽ ആർ ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു എക്സ് ഡിഗ്രി. ഈ ഫോർമുല ഓർത്തിരുന്നാൽ മതി, വെരി സിമ്പിൾ. അപ്പോൾ നമ്മൾ 30 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു ക്യാപിറ്റൽ ആർ. ഇത് നമുക്ക് ഇനി ഇവിടെ വെട്ടി ഹരിക്കാം. വെട്ടി 0 വെട്ടി 3 3 1 ടൈംസ് 6 3 2 ടൈംസ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ 3 1 ടൈംസ് 10. Then this 12 get cancel. So small r is equal to എന്ത് കിട്ടി നമുക്ക് 10 കിട്ടി. കിട്ടിയോ? ക്ലിയർ? Then what is the base area? Base is equal to pi r square. So base area is equal to pi into 10 square. Okay, then that is equal to 10 square 100 pi. This is the base area. Okay, 100 pi. 100 pi അവിടെ നിന്ന് കിട്ടിയത്. This is the base area. Okay, and the question asked second question, this is the first question, and the second question asks what is the total surface area. Total surface area എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് ഏരിയ പ്ലസ് ദിസ് ലാറ്റർ സർഫസ് ഏരിയ, ഈ ചുറ്റുമുള്ള പാർശ്വല വിസ്തീർണ്ണം, ഇതുകൂടി ചേർന്നതാണ് ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ ബേസ് ഏരിയ മാത്രമല്ലല്ലോ, ലാറ്റർ സർഫസ് ഏരിയ കൂടി കൂട്ടിയാലാണ് ടോട്ടൽ സർഫസ് ഏരിയ ആവുള്ളൂ. അപ്പോൾ നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ എങ്ങനെ കാണാമെന്ന് നോക്കാം. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TSA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ബേസ് ഏരിയ പ്ലസ് ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ലാർജർ കോണിൻ്റെ താഴെയുള്ള വൃത്തം ആ ഏരിയ പ്ലസ് ലാറ്ററൽ സർഫസ് ഏരിയ. താഴെയുള്ള ഏരിയ നമ്മൾ കണ്ടു, ദാറ്റ് ഈസ് 100 പൈ എന്ന് നമ്മളിവിടെ കിട്ടിക്കഴിഞ്ഞ് ഇത് കണ്ടുപിടിക്കും. ഇത് കാണാനുള്ള ഫോർമുല പൈ ആർ എൽ, ഏത് ലാറ്ററൽ സർഫസ് ഏരിയ പാർശ്വതല വിസ്തീർണ്ണം. അപ്പോൾ പാർശ്വതല വിസ്തീർണ്ണം പൈ ആർ എൽ. അപ്പോൾ ലാറ്ററൽ സർഫസ് ഏരിയ ഈക്വൽ ടു പൈ ഇൻറ്റു ആർ. വാട്ട് ഇസ് ആർ? ആർ എന്ന് പറഞ്ഞാൽ നമുക്ക് റേഡിയസ് ആണ്. റേഡിയസ് നമുക്ക് നേരത്തെ കിട്ടിക്കഴിഞ്ഞു. എത്രയാണ് റേഡിയസ്? 10 ഇൻറ്റു എൽ. പല കുട്ടികൾക്കും എൽ എന്താണെന്ന് അറിയില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ മുറിച്ചെടുത്ത അതേ വൃത്തത്തിൻ്റെ റേഡിയസ് തന്നെയാണ് ഇവിടെ എല്ലാവരും. എപ്പോഴും ക്യാപിറ്റൽ ആറും എല്ലും സെയിം ആണ്, ആ കാര്യം മറക്കരുത്. അപ്പോൾ ഇവിടെ എൽ അന്വേഷിച്ച് പോകരുത്, ഇത് ക്യാപിറ്റൽ ആർ തന്നെയാണ്. നമ്മൾ നേരത്തെ കിട്ടിയ 30. ഇറ്റ്സ് വെരി സിമ്പിൾ. 30 ഇൻറ്റു 10 ഇസ് ഈക്വൽ ടു 300 pi. Okay, then what is the total surface area? Total surface area is equal to base area, അല്ലേ? ബേസ് ഏരിയ that is 100 pi plus what is the lateral surface area? 300 pi. So the total surface area is equal to 400 pi. Clear? Total surface area 400 pi. നിങ്ങൾക്ക് ഇനി അതിനെ എന്താണ് 3.14 കൊണ്ട് വേണമെങ്കിൽ ഗുണിക്കാം. ഇങ്ങനെ ഇട്ടാലും ഫുൾ മാർക്ക് കിട്ടും. 400 pi സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ഇനി വേണമെങ്കിൽ ഇത് ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ടോട്ടൽ സർഫസ് ഏരിയയുടെ ഫോർമുല ഇതാണ്. പൈ ആർ സ്ക്വയർ ബേസ് ഏരിയ, ഓക്കെ, ആൻഡ് പ്ലസ് പൈ ആർ എൽ ആണ് എന്ത് നമ്മുടെ ലാറ്ററൽ സർഫസ് ഏരിയ. ദെൻ രണ്ടിലും പൈ ആർ ഉണ്ട്. അപ്പോൾ പൈ ആർ നമ്മൾ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബ്രാക്കറ്റിനകത്ത് നമുക്ക് ആർ പ്ലസ് എൽ എന്ന് കിട്ടും. ഇങ്ങനെ നേരിട്ടും ഒറ്റത്തവണ ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്ത് നമുക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പൈ ഇൻറ്റു 10 ബ്രാക്കറ്റിനകത്ത് 10 പ്ലസ് 30 എന്ന് ചെയ്താൽ മതിയാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു 10 ഇൻറ്റു 10 പ്ലസ് 30 എന്ന് പറയുമ്പോൾ 40. ദാറ്റ് ഈസ് 400 പൈ. അങ്ങനെയും നമുക്ക് കണക്ക് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 7. A circular sheet of radius 18 cm is divided into 9 equal sectors. Find the measures of the central angle of a sector. Find the slant height of a cone which can be made by a sector. Find the lateral surface area of the cone thus formed. നമുക്കൊരു സർക്കുലർ ഷീറ്റ് ഓഫ് റേഡിയസ് 18 cm, അതിൻ്റെ റേഡിയസ് 18 cm ആണ്. ഇസ് ഡിവൈഡ് ഇൻറ്റു 9 ഈക്വൽ സെക്ടേഴ്സ്. ഇതുപോലത്തെ ഇങ്ങനെ മുറിച്ച് 9 എണ്ണം നമ്മൾ ഉണ്ടാക്കിയെന്ന് പറയണം. ഇതുപോലത്തെ ഇത് 1,
അതുപോലെ 2 3 4 5 6 7 8 9 അങ്ങനെ നമ്മൾ 9 എണ്ണം മുറിച്ച് മാറ്റി. അപ്പോൾ നമ്മളിങ്ങനെ ഒരു മുറിച്ച് മാറ്റി ഒരു പ്രശ്നം ഈക്വൽ ആണ്. Then find the measures of the central angle of a sector. ആ മുറിച്ച ആളുടെ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാം. ഇറ്റ്സ് വെരി സിമ്പിൾ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് വെരി സിമ്പിൾ. കാരണം ടോട്ടൽ ആംഗിൾ 360 ആണ്. അപ്പോൾ 360നെ നമ്മൾ ഡിവൈഡഡ് ബൈ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഓരോ ആംഗിളും കിട്ടും. വെരി സിമ്പിൾ. 40 വെട്ടിഹരിക്കുക. ദ ആൻസർ ഈസ് 40 ഡിഗ്രി. ക്ലിയർ? സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഈസ് 40 ഡിഗ്രി. The second question, find the slant height of the cone which can be made by a sector. ഈ സെക്ടറിന്റെ റേഡിയസ് നമുക്ക് എന്തുണ്ട്? 18 സെന്റിമീറ്റർ. നമ്മൾ ഇതിങ്ങനെ വളച്ചൊരു കോൺ ഉണ്ടാക്കിയാൽ എന്താ സംഭവിക്കുക? ആ കോണിന്റെ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്, കണ്ടോ? ഇതാണ്. ഓക്കെ, നമ്മൾ ഉണ്ടാക്കുന്ന കോൺ അത് ഏതുമായിക്കോട്ടെ അതിന്റെ ഡി ഭാഗത്തെയാണ് നമ്മൾ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത്, ഡി ഭാഗത്ത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു ദ റേഡിയസ് ഓഫ് ദി സെക്ടർ. അത് നമ്മൾ നേരത്തെ പറഞ്ഞാണ്, ക്യാപിറ്റൽ R ഇസ് ഈക്വൽ ടു L എന്ന്. സോ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ ആ ക്വസ്റ്റ്യനിൽ തന്നെയുണ്ട്. ആൻസർ ഈസ് 18. സെക്കൻഡ് ആൻസർ എന്താണ്? 18. Then third question, what is the lattice surface area of the cone thus formed? അപ്പോഴുണ്ടായ കോണിന്റെ ലാറ്റസ് സർഫസ് ഏരിയ കണ്ടുപിടിക്കണം. നമുക്ക് ചെയ്യാനുണ്ട്. നമ്മുടെ ഈ കോൺ എടുക്കാം. ഈ കോൺ ഫോം ചെയ്തു, സ്മോൾ r. This is the capital R, and this capital R is equal to 18. നമ്മൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 18 സെന്റിമീറ്റർ ആണ്. So this is equal to 18. Clear? And what is the lattice surface area of the cone? Lattice surface area of a cone is equal to pi RL. So what is L? L is equal to R. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു 18. So നമുക്കത് അറിയാം. But what is R? നമുക്ക് അറിയില്ല. അതിന് നമ്മൾ നേരത്തെ ഒരു ഫോർമുല പഠിച്ചു. സ്മോൾ r is equal to എന്താണ്? ക്യാപിറ്റൽ R ഡിവൈഡഡ് ബൈ 360 ഡിഗ്രി ഇൻറ്റു എന്താണ്? എക്സ് ഡിഗ്രി. ക്ലിയർ? Then what is the x degree here? നമ്മൾ അത് തുടക്കത്തിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് പഠിച്ചു. എന്താണ്? It is 40 degree. Clear? So you can easily find out small r. Small r is equal to capital R. What is capital R? 18. 18 divided by 360. 360 into 40. Into 40. Okay? Then ഇത് വെട്ടിക്കളയാലോ. 18 ഒരു തവണ, 36 2 തവണ. ഓക്കെ, അപ്പോൾ ഇവിടെ 40/20 ആവും. അപ്പോൾ 0 ഗെറ്റ് ക്യാൻസൽ. 4 divided by 2 is equal to എന്താണ്? 2. So you will get r is equal to small 2. Clear? Small r is equal to 2. Okay. Then lattice surface area. Lattice surface area ആണല്ലോ സമവാക്യം. എന്താണ്? Lattice surface area is equal to pi r L. Here the small r is equal to 2 and L is equal to, ഇത് നമ്മുടെ റേഡിയസിന് ഈക്വൽ ആണ്, അതുകൊണ്ട് 18. So just multiply. It is pi into small r 2 into 18. Okay, so the answer is 36 pi വരും. 36 pi. വെറും പൈ അല്ല, സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ. Question number 8. A solid is formed by joining a hemisphere and a cone of the same radius as shown in the figure. The hemisphere is of radius 9 cm and the total height of the solid is 21 cm. Find the height of the cone, find the volume of the cone, find the volume of the solid. ഇവിടെ പറയുന്നത് ഒരു ഹെമിസ്ഫിയർ, ഒരു അർദ്ധ ഗോളം, അതിനോട് ഒരു കോൺ, അതിൻ്റെ മീതെ ഒരു കോൺ ഓഫ് ദ സെയിം റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സെയിം റേഡിയസ്, കോണിനും ഹെമിസ്ഫിയറിനും ഒരേ റേഡിയസ്, ഒരേ ആരമാണ്. ഫിഗർ തന്നിട്ടുണ്ട്. ഫിഗർ തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. ദ ഹെമിസ്ഫിയർ ഈസ് ഓഫ് റേഡിയസ് 9 cm എന്ന് പറയുമ്പോൾ ഇതിവിടെ നിന്ന് ഉണ്ടോ, ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള അകലം 9 cm, 9 cm. ആൻഡ് ടോട്ടൽ ഹൈറ്റ് ഓഫ് ദ സോളിഡ് ഈസ് 21 cm. ടോട്ടൽ ഹൈറ്റ്, ഇതിൻ്റെ മൊത്തം ഉയരം, അതായത് ഈ കോണും ഹെമിസ്ഫിയർ ഉൾപ്പെടെ 21 cm ഉണ്ട്. ആൻഡ് ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ കോൺ. കോണിൻ്റെ ഹൈറ്റ് ആണ് വെച്ചത്. ഇറ്റ്സ് വെരി സിമ്പിൾ. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെ, ഹെമിസ്ഫിയറിൻ്റെ റേഡിയസും ഹെമിസ്ഫിയറിൻ്റെ ഹൈറ്റും സെയിം ആയിരിക്കും. കിട്ടിയോ? അപ്പം അങ്ങനെയാണ് ഈ കോണിൻ്റെ ഹൈറ്റ് കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ 21ൽ നിന്ന് ഈ ഹെമിസ്ഫിയറിൻ്റെ ഹൈറ്റ് അങ്ങോട്ട് കുറച്ചാൽ മതി. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ വെരി സിമ്പിൾ ആണ്. 21 - 9 എത്രയാണ്? 21 - 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് പറയൂ? ഇക്വൽ ടു 12. ഓക്കെ, അപ്പോൾ കോണിൻ്റെ ഹൈറ്റ് കിട്ടി. കോണിൻ്റെ ഹൈറ്റ് എത്രയാണ്? 12. Then
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വോളിയം ഓഫ് ദ കോൺ. കോണിൻ്റെ വോളിയം കണ്ടെത്തണം. അപ്പോൾ അതിന് കോണിൻ്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയണം. ഓക്കെ, നമുക്ക് എന്താണ് കോണിൻ്റെ വോളിയം? വോളിയം ഇസ് ഈക്വൽ ടു 1/3 പൈ r square h. This is the volume. Then the volume കാണാൻ റേഡിയസ് വേണം. ഓക്കെ, റേഡിയസ് ഇസ് ഗിവൺ. റേഡിയസ് 9 cm. കോണിൻ്റെയും ഹെമിസ്ഫിയറിൻ്റെ റേഡിയസ് സെയിം ആണെന്ന് പറഞ്ഞത്. അപ്പോൾ റേഡിയസ് നമുക്കറിയാം. ദെൻ ഹൈറ്റ് വേണം. ഹൈറ്റ് അതാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. എന്താണ്? ടോട്ടൽ 21 ഉണ്ട്, അതിൽ നിന്ന് ഈ 9 നമ്മൾ കുറച്ചു. സോ ദ ഹൈറ്റ് ഈസ് 12. ഓക്കെ, 12. ഇനി വെരി സിമ്പിൾ അല്ല, ഞങ്ങളുടെ ഗുണിച്ചാൽ മതി. വോളിയം ഇസ് ഈക്വൽ ടു 1/3 into 1/3, okay, into pi into what is r? R is 9, that is 9 square into height. What is height? 12. Okay, then 3 ഉം 12 ഉം വെട്ടാലോ, so you will get 4. Okay, 9 square നമുക്കറിയാലോ 81, so pi into 81 into 4. 81 into 4 നമുക്ക് ചെയ്യാലോ, വെരി സിമ്പിൾ ആണ്. 81 into 4 is 4 3 2, that is pi into 324, that is equal to 324 pi centimeter square. 324 pi centimeter square അല്ല, വോളിയമാണ്, അപ്പോൾ ക്യൂബ്. ഓക്കെ, നിങ്ങൾ പൈ കൊണ്ട് ഗുണിക്കേണ്ട, കാരണം പൈ കൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഗുണിച്ചാൽ വിലയെ കാണുന്ന ക്വസ്റ്റ്യൻസ് വരുമ്പോൾ മാത്രം കോസ്റ്റൊക്കെ കാണാൻ പറയും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ മാത്രം ടോട്ടൽ സർഫസ് ഏരിയ കണ്ട് കോസ്റ്റ് കാണുന്ന പ്രോബ്ലത്തിൽ മാത്രം നമ്മൾ അങ്ങനെ ഗുണിച്ചാൽ മതി. പ്രത്യേകം പറഞ്ഞിട്ടില്ലെങ്കിൽ ഗുണിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരാളുടെ വോളിയം ആയി ആരുടെ കോണിൻ്റെ 324 pi centimeter cube. സിമിലാർലി ഫൈൻഡ് ദ വോളിയം ഓഫ് ദ ഹെമിസ്ഫിയർ. ഫൈൻഡ് ദ വോളിയം ഓഫ് ദ ഹെമിസ്ഫിയർ. എന്തിനാണ് അത് സെപ്പറേറ്റ് ചോദിച്ചിട്ടില്ല, പക്ഷെ എന്തിനാണ്? ഫൈൻഡ് ദ വോളിയം ഓഫ് ദ സോളിഡ് എന്ന് വെച്ചിട്ട് മീൻസ് ഇതിൻ്റെ മൊത്തത്തിൽ വോളിയം കണ്ടുപിടിക്കണം. മൊത്തത്തിൽ വോളിയം എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ദി കോൺ പ്ലസ് വോളിയം ഓഫ് ദ എന്താണ് ഹെമിസ്ഫിയർ. സോ നമ്മൾ ഹെമിസ്ഫിയറിൻ്റെ വോളിയം V2 എന്ന് എടുക്കുക, അത് കണ്ടെത്തിയേ പറ്റൂ. കാരണം അതുകൂടി കിട്ടിയാലാണ് ആ രണ്ട് വോളിയം കൂടി കൂട്ടിയിട്ട് ടോട്ടൽ സോളിഡിൻ്റെ വോളിയം നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഹെമിസ്ഫിയറിൻ്റെ വോളിയം കാണാനായിട്ടുള്ള ഇക്വേഷൻ എന്താ? 2/3 pi r cube. ക്ലിയർ? ഇറ്റ്സ് വെരി സിമ്പിൾ. r is given. r എത്രയാ? r എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നിട്ടുണ്ടായിരുന്നു 9. ഓക്കെ, സോ rൻ്റെ സ്ഥലത്ത് 9 കൊടുക്കുക. സോ വോളിയം 2 is equal to 2/3 into pi into r cube. That means 9 cube. 9 cube. അപ്പോൾ ഇതിനകത്ത് 9 ക്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ 3 വെച്ച് വെട്ടിക്കളയാം. ഒരു 9 ഉണ്ടാവുന്ന 3 സ്ക്വയർ വെച്ചിട്ടാണ്. അപ്പോൾ 9 ക്യൂബിന് നമുക്ക് 9 ക്യൂബ് എന്ന് എഴുതുന്നതിന് പകരം 9 into 9 ഇങ്ങനെ എഴുതിയാലോ? ഇങ്ങനെ എഴുതിയാൽ പെട്ടെന്ന് വെട്ടാം. 3 വെട്ടിപ്പോയി, ഈ 9 വേണ്ടി 3 കിട്ടി. സോ ദ ആൻസർ ഈസ് 2 into 3 ചെയ്യാം. 6 into pi into 9 into 9 81. ഓക്കെ, സോ 81 into 6, വെരി സിമ്പിൾ. 81 into 6 6 48 486. സോ ദ ആൻസർ ഈസ് 486 pi 486 pi സെൻറ്റിമീറ്റർ ക്യൂബ്. ഇത് ആരുടെ വോളിയം? ഹെമിസ്ഫിയറിൻ്റെ വോളിയം. കിട്ടിയോ? സോ വാട്ട് ഈസ് ദ ടോട്ടൽ വോളിയം? ടോട്ടൽ വോളിയം നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ? ടോട്ടൽ വോളിയം കാണാൻ എന്ത് ചെയ്യണം? ഈ 486 പൈയും നേരത്തെ നമുക്ക് കിട്ടിയ 324 പൈയും കൂടി എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. സോ ടോട്ടൽ വോളിയം is equal to volume of the cone, that is V1, plus volume of the sphere, that is V2. So total volume V1 എത്രയുടെ? 324 പൈ 324 പ്ലസ് പൈ ഉണ്ട് കേട്ടോ. പൈ മറ്റേത് കിട്ടിയത് 486 പൈ. സോ ജസ്റ്റ് ആഡ് ദിസ്, വെരി സിമ്പിൾ. 324 പ്ലസ് 486 7 0 ശിഷ്ടം 1 9 10 11 ശിഷ്ടം 1 5 3 8, ദാറ്റ് ഈസ് 810 പൈ സെൻറ്റിമീറ്റർ
cube. Centimeter cube. This is the answer. Clear? Okay? Find the volume of the solid. And the answer. Okay. So, we will first find the height of the cone. Cone kandupidichu. Then find the volume of the volume kandupidichu. Cone inde then hemisphere ne kandu. Okay. Question number 9. A square pyramid has base edge 24 cm and the slant height 20 cm. Find the curved surface area. Find the surface area of the square pyramid. Find the volume of the pyramid. It is a square pyramid has base edge 24 cm. ഒരു സ്ക്വയർ ആണ്, അതിൻ്റെ ബേസ് എഡ്ജ് 24 സെൻറ്റിമീറ്റർ ആൻഡ് സ്ലാൻഡ് ഹൈറ്റ് 20 സെൻറ്റിമീറ്റർ. സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, ഈ സ്ക്വയർ പിരമിഡ് നമ്മളിങ്ങനെ വരച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് ഈ സൈഡിൽ ഇപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ ഞാനിങ്ങനെ പൊളിച്ചിങ്ങനെ ഇടുകയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഒരു ട്രയാങ്കിളില്ലേ, ആ ട്രയാങ്കിളിൻ്റെ ഹൈറ്റാണ് ഈ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? അതായത് ഇതിങ്ങനെ മുകളിലേക്ക് കൊണ്ടൊന്ന് ചേർത്ത് കഴിയുമ്പോൾ അത് ചരിവുയരമായിട്ട് വരും. That slant height is 20 cm and it is denoted by letter L. നമ്മൾ L ഉപയോഗിച്ചാൽ ലെറ്റർ ചെയ്യണം. ആൻഡ് a square pyramid has base edge 24 cm. ബേസ് എഡ്ജ് നമ്മൾ സ്മോൾ ലെറ്റർ എ ഉപയോഗിച്ചാണ് സൂചിപ്പിക്കുക. Then find the curved surface area. കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സ്ക്വയർ പിരമിഡിൻ്റെ ചുറ്റുമുള്ള ഏരിയ, പാർശ്വതല വിസ്തീർണം, അത് നമ്മൾ കണ്ടുപിടിക്കണം. ഫൈൻഡ് ദ സർഫസ് ഏരിയ ഓഫ് ദ സ്ക്വയർ പിരമിഡ് ടോട്ടലി. അപ്പോൾ ഇത് പാർശ്വം കാണണം, താഴെയുള്ളതും കാണണം, രണ്ടും കൂടി കൂട്ടണം. ഫൈൻഡ് ദ വോളിയം ഓഫ് ദ പിരമിഡ്, ഇതിൻ്റെ വ്യാപ്തം കാണണം. ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. First of all, find the curved surface area. Curved surface area means lateral surface area. That is, ആ ചുറ്റുമുള്ള ഏരിയ. അത് ഒരു സ്ക്വയർ പിരമിഡിൻ്റെ ഏരിയ കാണാനുള്ള lateral surface area എന്ന് പറഞ്ഞാൽ 2AL ആണ്. So here 2 into what is A? A is given 24 centimeter. 24 into then L. What is L? Is L is given? Yes, L is given. L എത്രയാ? 20. So 20. So നമ്മൾ ഗുണിക്കുക. 24 40 into 24. 24 into 40 വരും. സോ 24 into 4 16 61 2 8 960 വരും. എത്രയാണ്? 960 ആണ് നമുക്ക് സ്ക്വയർ മീറ്റർ ആണ് അതിൻ്റെ ഏരിയ, അല്ലെങ്കിൽ മീറ്റർ സ്ക്വയർ. ഏത്? കർവ്ഡ് സർഫസ് ഏരിയ. ദെൻ ഫൈൻഡ് ദ സർഫസ് ഏരിയ ഓഫ് ദ സ്ക്വയർ പിരമിഡ്. ടോട്ടൽ സർഫസ് ഏരിയ ആണ്. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് താഴെ നമുക്കൊരു സ്ക്വയർ ആയതുകൊണ്ട് എ സ്ക്വയർ, താഴെയുള്ള സ്ക്വയർ പ്ലസ് പിന്നെ ഈ ലാറ്റർ സർഫസ് ഏരിയ, ദാറ്റ് ഈസ് 2AL. ഇതാണ് നമ്മുടെ ഫോർമുല. So first of all find A square. A square means താഴെ 24 ആണ്. 24 സ്ക്വയർ. ഓക്കെ. പ്ലസ് 2AL. 2AL നമ്മൾ കണ്ടു, 960. ഓക്കെ. ദെൻ വാട്ട് ഇസ് 24 സ്ക്വയർ? 24 സ്ക്വയർ നിങ്ങൾക്ക് അറിയാലോ, 576. 24 into 24 ചെയ്താൽ മതി. പ്ലസ് 960 കൂടി കൂട്ടാം. രണ്ടുകൂടി നിങ്ങൾക്ക് കൂട്ടിക്കഴിയുമ്പോൾ 1536 മീറ്റർ സ്ക്വയർ. ഇതാണ് ടോട്ടൽ സർഫസ് ഏരിയ, പുറമേയുള്ള ഏരിയ. നമ്മൾ അതായത് ഈ ഒരു സ്ക്വയർ പിരമിഡ് ഇതൊന്ന് പെയിന്റ് അടിക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ പെയിന്റ് അടിക്കും, പുറമേ അല്ല പെയിന്റ് അടിക്കുള്ളൂ. ആ അളവ് അതാണ് 1536. താഴെയുള്ള സമയതരത്തിൻ്റെ, അതായത് സ്ക്വയറിൻ്റെ ഏരിയയും പിന്നെ ചുറ്റുമുള്ള 4 ത്രികോണത്തിൻ്റെ ഏരിയ, അതാണ് നമ്മൾ 4 ത്രികോണത്തിൻ്റെ ഏരിയന് പകരം 2AL എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ലാറ്റർ സർഫസ് ഏരിയ ആണെങ്കിൽ 2AL ഉപയോഗിക്കുക. ടോട്ടൽ സർഫസ് ഏരിയ TSA. ടോട്ടൽ സർഫസ് ഏരിയ ആണെങ്കിൽ A സ്ക്വയർ പ്ലസ് 2AL. ദാറ്റ് ഈസ് ദിസ് ഈസ് ബേസ് ഏരിയ പ്ലസ് എന്താണ് ലാറ്ററൽ സർഫസ് ഏരിയ. ക്ലിയർ? ഓക്കെ. Then the third question is find the volume of the pyramid. Volume നമുക്കറിയാം, volume is equal to 1/3 A square H. Listen, here the H comes. ഇവിടെ H വന്നേക്കാം. H നമുക്കറിയോ? ഇല്ല. ഓക്കെ. H കാണാനൊക്കെ എന്താണ് ഇക്വേഷൻ? H കാണാനായിട്ട് നമുക്കുള്ള ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ H is equal to root of നമുക്ക് L square minus A/2 whole square. ഓക്കെ, ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ട് H കാണാനായിട്ട്. ഓക്കെ, ക്ലിയർ? സോ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഹിയർ റൂട്ട് ഓഫ് L എന്ന് പറഞ്ഞാൽ എന്താ? സ്ലാൻഡ് ഹൈറ്റ് 20. സോ 20 സ്ക്വയർ മൈനസ്
എ ബൈറ്റ് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 24 ആണ്. അതിൻ്റെ ബൈറ്റ് എന്ന് പറയുമ്പോൾ 12. സോ 12 സ്ക്വയർ ഇറ്റ് ഈസ് ഈക്വൽ റൂട്ട് ഓഫ് 20 സ്ക്വയർ ഇറ്റ് ഈസ് ഈക്വൽ ടു 400. 400. 12 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 144. സോ ടോട്ടൽ എന്ന് പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ 256 കിട്ടും. ആൻസർ ഈസ് 256 റൂട്ട് എന്ന് പറഞ്ഞാൽ എത്രയാ? അത് 16. 16 ആണ് അതിൻ്റെ റൂട്ട്. സോ ഹൈറ്റ് ഹൈറ്റ് കിട്ടി നമുക്ക്. then ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. വോളിയം ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു എ സ്ക്വയർ. വാട്ട് ഈസ് എ? 24 സ്ക്വയർ ഇൻറ്റു വാട്ട് ഈസ് ഹൈറ്റ്? ഹൈറ്റ് ഈസ് 16. ഓക്കെ. സോ നമുക്കിത് 1/3 ഇൻറ്റു 24 ഇൻറ്റു 24 ഇൻറ്റു 16 അങ്ങനെ ആക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 3 വെട്ടിക്കഴിയാം. 8 824. ദെൻ ഇതെല്ലാം കൂടി എന്താണ് നമ്മളങ്ങോട്ട് ഗുണിച്ചാൽ മതി. നിങ്ങൾ ഗുണിക്കുമ്പോൾ യു വിൽ ഗെറ്റ് 3072 സെൻറ്റിമീറ്റർ ക്യൂബ്. ക്ലിയർ? 3072. അതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10. The base radius of a cone is 30 cm and its height is 40 cm. What is its slant height? What would be the cost of painting 50 such cones at the rate of 100 rupees per square meter? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺ തന്നിട്ട് the base radius of the cone is 30 cm. അതിൻ്റെ ബേസ് റേഡിയസ് എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ. ആൻഡ് ഇറ്റ്സ് ഹൈറ്റ് ഇസ് 40 സെൻറ്റിമീറ്റർ. ഹൈറ്റ് 40 ആണ്. then what is the slant height? ഇതാണ് സ്ലാൻഡ് ഹൈറ്റ്. എൽ കാണാൻ നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലായി. ഫോർമുല ഒന്നും പഠിക്കാതെ നമുക്ക് കാണാം. കണ്ടോ? ജസ്റ്റ് ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. അപ്പോൾ കർണം കാണണം, ഹൈപ്പോട്ടനിസ് കാണണം, പാദ സ്ക്വയർ പ്ലസ് ലംബ സ്ക്വയർ. സോ എൽ ഇസ് ഈക്വൽ ടു വെരി സിമ്പിൾ ആൻസർ ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാദ സ്ക്വയർ പ്ലസ് ലംബ സ്ക്വയർ 30 സ്ക്വയർ പ്ലസ് എന്താണ് 40 സ്ക്വയർ. വെരി സിമ്പിൾ. 30 സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 900 പ്ലസ് 40 സ്ക്വയർ 1600 1600. സോ റൂട്ട് 2500. ഇത് കാണാൻ എളുപ്പമാണ്. 25ൻ്റെ റൂട്ട് 5ഉം 100 റൂട്ട് 10. 5 × 10 50. സോ ദ ആൻസർ ഈസ് 50. സോ എൽ കിട്ടി നമുക്ക്. എൽ എത്രയാണ്? 50. ഓക്കെ. ദാറ്റ്സ് ഓൾ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? 50. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആസ്ക് വാട്ട് യു ബി ദ കോസ്റ്റ് ഓഫ് പെയിൻറ്റിങ് 50 സച്ച് കോൺസ് അറ്റ് ദ റേറ്റ് ഓഫ് 100 rupees പെർ സ്ക്വയർ മീറ്റർ. നമ്മളിത് പെയിൻറ്റ് ചെയ്യണം. പെയിൻറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ താഴെ ഒരു വൃത്തമുണ്ട്. ആ കാര്യം മറക്കരുത്. ആ വൃത്തും അവിടെയും പെയിൻറ്റ് ചെയ്യണം, ഇതിൻ്റെ ചുറ്റിനും പെയിൻറ്റ് ചെയ്യണം. അങ്ങനെ പെയിൻറ്റ് ചെയ്യണതിന് 100 രൂപയാവും. 100 രൂപയാവും. എന്തിന്? സ്ക്വയർ മീറ്ററിന് 100 രൂപയാവും. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. സ്ക്വയർ മീറ്ററിന് 100 രൂപയാണ്. നമുക്ക് തന്നിരിക്കുന്നത് 40 സെൻറ്റിമീറ്റർ 30 സെൻറ്റിമീറ്റർ. ഓക്കെ. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും തെറ്റിക്കാറുള്ളതാണ്. ഓക്കെ. അത് നമുക്ക് അതിലേക്ക് പിന്നീട് വരാം. ഇപ്പം നമ്മൾ അറിയേണ്ടത് എന്താണ് നമുക്ക് കാണേണ്ടത്? ഇതിന് ചുറ്റും പെയിൻ്റ് അടിക്കണം. ഇതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ കാണണം. ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ കോൺ. അപ്പോൾ അതിൻ്റെ ലാറ്റർ സർഫസ് ഏരിയ പ്ലസ് എന്താണ്? ബേസ് ഏരിയ. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ലാറ്റർ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ നമുക്കറിയാം. ഇൻ ദ കേസ് ഓഫ് കോൺ ഈക്വൽ ടു പൈ ആർ എൽ ലാറ്റർ സർഫസ് ഏരിയ ആൻഡ് ബേസ് ഏരിയ ഈക്വൽ ടു പൈ ആർ സ്ക്വയർ. ഏരിയ വൃത്തമായിരുന്നു പൈ ആർ സ്ക്വയർ. നമുക്ക് ഇതിൽ നിന്നും പൈ ആർ പുറത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അകത്തൊരു ഇത് ഈ പൈ ആറും ഇവിടുന്ന് ഒരു പൈ ആർ ഇവിടെ ഒരു 6 ബാക്കി വരും. കണ്ടോ? ആ 6 എല്ലും ദാറ്റ് ഈസ് എൽ പ്ലസ് ആർ ഓർ ആർ പ്ലസ് എൽ. ഇങ്ങനെ ഇക്വേഷൻ വരും. ദിസ് ഈസ് ദ ടോട്ടൽ സർഫസ് ഏരിയ. ഓക്കെ. ദെൻ ഹൗ ടു ഫൈൻഡ് ദിസ്? ജസ്റ്റ് പുട്ട് ദ വാല്യൂസ്. പൈ into then r. What is r? Radius 30 into l. What is l? l നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. 15 plus again 30. Okay. So the answer is pi into 30 into 50 30 കൂട്ടുമ്പോൾ 80. Okay. So 8 3 കൊണ്ട് ഗുണിക്കുക. 8 3 2400. The answer is 2400 pi. 2400 pi. 2400 pi എന്താണ്? സെന്റിമീറ്റർ സ്ക്വയർ. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഇതിൻ്റെ ഏരിയ. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 1 മീറ്റർ സ്ക്വയറിനാണ് 100 രൂപ. അതവിടെ നിൽക്കട്ടെ.
50 ഏരിയ നമുക്ക് കണ്ടുപിടിക്കണം. 50 ഉണ്ട് ഇതുപോലത്തെ. അപ്പോൾ ഈ 2400 നമ്മൾ ആദ്യം 50 കൊണ്ട് ഗുണിക്കണം. ഓക്കെ, സോ 2400 ഇൻറ്റു 50. 24 ഇൻറ്റു 5 ആണ് നമുക്ക് ചെയ്യേണ്ടത്. സോ ഇറ്റ്സ് വെരി സിമ്പിൾ. ചെയ്ത് നോക്കാം. 24 ഇൻറ്റു 5 0 62 2 10 2 12. ഓക്കെ, സോ 120 പിന്നെ ഈ 3 0 1 2 3 ഇത്രയും സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ 50 പേരുടെ. അതിനകത്ത് 1 മീറ്റർ സ്ക്വയറിനാണ് എന്ത് വരുന്നത്? 100 രൂപ ചെലവ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സെന്റിമീറ്റർ സ്ക്വയറിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? മീറ്റർ സ്ക്വയർ. ഇവിടെ നമ്മളൊരു കാര്യം വിട്ടുപോയി, പൈ ഉണ്ട്, പൈ മറക്കരുതേ, പൈ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമുക്ക് സെന്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യണത് എങ്ങനെയാണ് നോക്കാം. അതിന് നമ്മൾ അറിയേണ്ടത് സെന്റിമീറ്ററും മീറ്ററും തമ്മിലുള്ള റിലേഷൻ അറിയണം. ഇത് മനസ്സിലോർത്തേക്ക് 12 10 100 1,20,000 സെന്റിമീറ്റർ സ്ക്വയർ നമുക്ക് ആൻസർ കിട്ടിയാണ്. അത് ഓർത്ത് വെച്ചിരിക്കുക. then എങ്ങനെയാണ് സെന്റിമീറ്റർ മീറ്റർ തമ്മിൽ കൺവേർഷൻ നോക്കാം. നോക്കൂ, 1 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 100 സെന്റിമീറ്റർ ആണ്. ക്ലിയർ? അപ്പോൾ ഒരു മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാലോ 100 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. കിട്ടിയോ? ക്ലിയർ ആണോ? അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 1,20,000 സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് എത്ര മീറ്റർ സ്ക്വയർ ആണെന്ന് അറിയാം, നമുക്കറിയില്ല. നമുക്ക് എക്സ് മീറ്റർ സ്ക്വയർ എന്ന് എടുക്കാം. ഓക്കെ, ക്ലിയർ ആണോ സാർ പറഞ്ഞത്? 1 മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ. അപ്പോൾ 1 മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ക്ലിയർ? 100 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 100ന്റെ മീഡിയം സ്ക്വയർ വരും. കിട്ടിയാണോ? ക്ലിയർ ആണോ? ഓക്കെ, ദെൻ എക്സ് മീറ്റർ സ്ക്വയർ നമുക്ക് എത്രയാണെന്ന് അറിയില്ല. മീറ്റർ സ്ക്വയറിൽ കൺവേർട്ട് ചെയ്യണം. എന്തിനെ? നമുക്ക് കിട്ടിയിരിക്കുന്ന 1,20,000 സെന്റിമീറ്റർ സ്ക്വയർ. അതിന് നമ്മൾ ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മനസ്സിലായോ? ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ വാട്ട് ഹാപ്പൻഡ് ഇസ്, ഇത് രണ്ടും കൂടി ഗുണിക്കും. അപ്പോൾ 1,20,000 സെന്റിമീറ്റർ സ്ക്വയർ ഇൻറ്റു ഇവിടെ വരുന്നത് 1 മീറ്റർ സ്ക്വയർ. അതിൽ ഇത് ഇപ്പുറത്തോട് ഗുണിക്കുമ്പോൾ എക്സ് മീറ്റർ സ്ക്വയർ ഇൻറ്റു 100 സ്ക്വയർ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. നമ്മൾ എക്സ് മീറ്റർ സ്ക്വയർ മാത്രം അവിടെ നിർത്തി കഴിഞ്ഞാൽ 100 മീറ്റർ സ്ക്വയറിനെ നമുക്ക് താഴേക്ക് എടുക്കാം. അപ്പോൾ ഡിവൈഡഡ് ബൈ 100 മീറ്റർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 100 ഇൻറ്റു 100. Okay, so what happened is this 0 get cancelled, this 0 get cancelled, and this 0 get cancelled, and this 0 get cancelled. So this is equal to 12 meter square. 12 meter square ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. 12 meter square into പൈ ഉണ്ട്. പൈ മറക്കരുത്, നമ്മൾ നേരത്തെ മറന്നു. പൈ മറക്കരുത്, പൈ ഉണ്ട്. 12 പൈ മീറ്റർ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഉത്തരം. അപ്പോൾ ഇനി നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ആലോചിക്കാം. ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ 100 × 100, അതായത് 4 0 വരും. ഇതുകൊണ്ട് ഹരിക്കുക, 10,000 കൊണ്ട് ഹരിക്കുക. അപ്പോൾ അത് മീറ്ററിലേക്കാവും. ഓക്കെ, സോ നമ്മൾ എത്ര കിട്ടിയത്? നമുക്ക് 12 × 3.14, 12 പൈ ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മളത് ചെയ്യേണ്ടി വരും. 114 ഇൻറ്റു എന്താണ് 12. ഓക്കെ, 2 8 1 2 2 3 2 6 8 1 4 4 1 1 1 3 3. സോ 8 6 7 3768. എത്രയാണ്? 3768. ബട്ട് ഇവിടെ ഒരു 0.82 സ്ഥാനമുള്ളതുകൊണ്ട് നമുക്ക് എന്താക്കണം തന്നെ 30, that is equal to 37.68. 30. Okay. ഇത്രയും മീറ്റർ സ്ക്വയർ ഉണ്ടാവും 50 കോണിന്. അതിനകത്ത് ഒരു കോണിന് എത്ര രൂപ? 100 രൂപ. അപ്പോൾ ഇത്ര മീറ്റർ സ്ക്വയറിനോ? 1 മീറ്റർ സ്ക്വയറിനാണ് 100 രൂപ. ഒരു കോണല്ല, 1 മീറ്റർ സ്ക്വയറിന് 100 രൂപ. അപ്പോൾ 37.68 മീറ്റർ സ്ക്വയറിന് എത്രയാവും? ടോട്ടൽ കോസ്റ്റ് is equal to ഇതേ ഇൻറ്റു 100 ചെയ്യണം. ഇതിൻ്റെ 100 ചെയ്യാം ഇൻറ്റു 100. സോ 100 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എന്താണ് ആ പോയിന്റ് കഴിഞ്ഞ് എഴുതിയാൽ മതി. സോ ദ ആൻസർ ഈസ് 3768.
68 രൂപ. കിട്ടിയോ? ക്ലിയർ? ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 11. A solid sphere of diameter 80 cm is melted and recast into sphere of diameter 4 cm. How many such spheres are got? എന്താ പറയണം? A solid sphere of diameter 8 cm. Diameter 8 cm. ശ്രദ്ധിക്കണം. വ്യാസം 8 cm എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ റേഡിയസ് എത്ര ഉണ്ടാവുള്ളൂ? 4 cm റേഡിയസ്. ഓക്കെ. ഇസ് മെൽറ്റഡ്, അതിങ്ങനെ ഉരുക്കി റീകാസ്റ്റ് ഇൻ ടു എ സ്പിയർ ഓഫ് ഡയാമീറ്റർ 4 cm. നമ്മൾ 4 cm ഡയാമീറ്റർ ഉള്ള ശ്രദ്ധിക്കണം, 4 cm ഡയാമീറ്റർ ഉള്ള ഒരു ചെറിയ സ്പിയർ ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ റേഡിയസ് എത്രയായിരിക്കും? റേഡിയസ് 2 cm. നിങ്ങൾ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല ഡയാമീറ്റർ ആണ് തന്നിരിക്കുന്ന കാര്യം, അതാണ് പ്രത്യേകം നോക്കേണ്ടത്. ഓക്കെ. ഹൗ മെനി സച്ച് സ്പിയേഴ്സ് ആർ ഗോട്ട്? ഇങ്ങനത്തെ എത്ര ഉണ്ടാക്കാം? നമ്മൾ പറഞ്ഞില്ല, ഫസ്റ്റ് ഇതിൻ്റെ വോളിയം കണ്ടുപിടിക്കുക V1, ദെൻ ഇതിൻ്റെ വോളിയം കണ്ടുപിടിക്കുക V2, ദെൻ എന്ത് ചെയ്യുക V1 ഡിവൈഡഡ് ബൈ V2 ചെയ്യുക. ദാറ്റ്സ് ഓൾ. അപ്പോൾ തന്നെ നമുക്ക് എണ്ണം കിട്ടും, കാരണം ഇത് ഒരിക്കലാണ് ഇത് ഉണ്ടാക്കുന്നത്. ക്ലിയർ? അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ലാർജ് സ്പിയറിൻ്റെ വോളിയം കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് V1 വോളിയം ഓഫ് എ സ്പിയർ ഇസ് ഈക്വൽ ടു എന്താണ്? 4/3 pi r3. ഓക്കെ. 4/3 pi r3. This is the volume of a sphere. That is 4/3 pi into what is r3? Here the radius is equal to 4 cm because എന്താണ് 8 cm ആണ് ഡയാമീറ്റർ വ്യാസം വന്നേക്കുന്നത്. അപ്പോൾ r3 പകരം നമ്മൾ 4 into 4. ലുക്ക് അറ്റ് ദിസ്. നിങ്ങൾ ഇത് ചെയ്യരുത്, ഇങ്ങനെ ഇട്ടേക്കാം, കാരണം വെട്ടിപ്പോയാലോ ചിലപ്പോൾ, അതുകൊണ്ട് ഇങ്ങനെ ഇട്ടേക്കാം. ദെൻ വോളിയം ഓഫ് എന്താണ് ഈ സ്മോൾ സ്ഫിയറിൻ്റെ കണ്ടുപിടിക്കണം. വോളിയം ഓഫ് സ്മോൾ സ്ഫിയർ ഇത് സെയിം ഫോർമുലയാണ്. 4/3 into pi into റേഡിയസ് is equal to 2. ഓക്കെ. അപ്പോൾ 2 into 2. ക്ലിയർ? ഇനി നമ്മൾ ഈ V1 ഡിവൈഡ് ബൈ എന്ത് ചെയ്യണം? V2 ചെയ്യണം. ഓക്കെ. ക്ലിയർ? സോ V1 ഡിവൈഡ് ബൈ V2 is equal to എന്തായിരുന്നു? V1 is equal to 4/3 pi into 4 into 4. ഓക്കെ. സിമിലാർലി ഡിവൈഡ് ബൈ V2 എന്ന് പറഞ്ഞാൽ 4/3 into pi into അവിടെ വന്നിരുന്നത് 2 ആയിരുന്നു. 2 into 2. What happened is this 4/3 get cancelled, pi get cancelled. 4ly 2 times. Clear? So these 2 multiply. Then again 4ly 2 times. 2 into 4 8. 8. നമുക്ക് അതേപോലത്തെ 8 എണ്ണം ഉണ്ടാക്കാം. ഓക്കെ. Question number 12. The ratio of the base radii of two cones is 3:5. Their height are in the ratio 2:3. Find the ratio of their volume. Among the cones, which has more volume? Why? ഇവിടെ പറയുന്നത് റേഷ്യോ ഓഫ് ദ ബേസ് റേഡിയസ് ഓഫ് 2 കോൺ. 2 കോണുകൾ തമ്മിലുള്ള അവരുടെ ബേസ് റേഡിയസ് തമ്മിലുള്ള റേഷ്യോ 3:5 ആണ്. അവരുടെ ഹൈറ്റുകൾ തമ്മിലുള്ള റേഷ്യോ 2:3 ആണ്. എങ്കിൽ അവരുടെ വോളിയം തമ്മിലുള്ള റേഷ്യോ കണ്ടെത്തും. ഓക്കെ. അപ്പോൾ സപ്പോസ് നമുക്ക് രണ്ട് കോൺ എടുത്തായിരിക്കും. ഫസ്റ്റ് കോണിൻ്റെ വോളിയം V1 is equal to 1/3 pi r square h. ഓക്കെ. സിമിലർലി V2 സെക്കൻഡ് രണ്ടാമത്തെ കോണിൻ്റെ വോളിയം അതുപോലെ തന്നെ 1/3, സെയിം ഫോർമുലയാണല്ലോ, pi r square h. ഇതാണ് അവരുടെ എന്താണ് വോളിയങ്ങൾ തമ്മിലുള്ള വോളിയങ്ങൾ കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ. നമുക്ക് തന്നിരിക്കുന്നത് പറയുന്നത് റേഡിയസ് is to 3:5 എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. റേഡിയസ് എങ്ങനെയാണ്? 3:5. സോ ജസ്റ്റ് പുട്ട് റേഡിയസ് ആസ് 3. ഇവിടെ എന്താണ് 5. ഹൈറ്റിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ ഇവിടെ 2 കൊടുക്കുക, ഇവിടെ എന്താണ് 3 കൊടുക്കുക. ക്ലിയർ? സോ ദിസ് ഇക്വേഷൻ ബിക്കം V1 is equal to 1/3 pi into radius ratio 3, just 3 square into ഹൈറ്റിൻ്റെ ഇവിടെ എത്ര വരാ? 2. ഫസ്റ്റത്തിൽ 2. ഇവിടെ V2 എന്ന് പറയുന്നത്
1/3 into pi into radius in ratio രണ്ടാമത്തേൽ 5 square into h height എത്രയാണ് 3. So what happened is ഇവിടത്തെ ഒരു 3യും വെട്ടിപ്പോയി. So this become pi 3 into what is this 2. Okay, that is equal to 6 pi. Clear? And ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 3യും ഈ 3യും വെട്ടിപ്പോയി. So this is equal to 25 pi. Clear? So നമുക്ക് V1 എന്നുള്ളത് 6 പൈയും V2 എന്നുള്ളത് നമുക്ക് 25 പൈയും കിട്ടി. സോ ഇത് റേഷ്യോ എന്തായിരിക്കും? വെരി സിമ്പിൾ. ഈ കിടക്കുന്ന സംഖ്യയാണ് റേഷ്യോ 6ഉം 25. So the ratio is equal to 6:25. ക്ലിയർ? ഇങ്ങനെ നമ്മൾ റേഷ്യോ ആണ് ജസ്റ്റ് V1 ഡിവൈഡഡ് ബൈ V2 ചെയ്യുക. അപ്പോൾ ആ പൈ വെട്ടിപ്പോകും. അപ്പോൾ ബാക്കി വരുന്നതാണ് റേഷ്യോ 6:25. Among the cones which has more volume, why? ഏതിനാണ് കൂടുതൽ വോളിയം? 25 സെക്കൻഡിന്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 13. The base perimeter of a tent made in the shape of a cone is 15.24 meter. The height of the tent is 6 meter. How much would be the cost of canvas used to make it at a rate of 15 per unit square meter? എന്താണ് ചോദിച്ചിരിക്കുന്നത്? The base perimeter of a tent made in the shape of a cone. ഇപ്പോൾ നമ്മൾ സാധാരണ ടൂറൊക്കെ പോകുമ്പോൾ ടെൻറ്റ് കിട്ടില്ല, അങ്ങനെ ടെൻറ്റാണ് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ബേസ് പെരിമീറ്റർ ഓഫ് ദ ടെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളൊരു വൃത്തമുണ്ട് ടെൻറ്റിൻ്റെ താഴെ, കണ്ടോ? ഇങ്ങനെ വൃത്തത്തിലാണ് പെരിമീറ്റർ. ഇപ്പോൾ ഈ വരച്ചിരിക്കുന്ന ഈ റെഡ് വര അതിൻ്റെ നീളം എന്ന് പറയുന്നത് 15.24 മീറ്റർ. നമുക്കറിയാം ഒരു വൃത്തത്തിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 2πr ഈക്വൽ ടു എന്താണ്? 15.24 meter is given. The height of the tent is 6 meter. അപ്പോൾ ഹൈറ്റ് തന്നിട്ടുണ്ട് ടെൻറ്റിൻ്റെ എത്രയാണ്? 6 meter തന്നിട്ടുണ്ട്. How much would be the cost of canvas used to make it at a rate of 15 per square meter? നമുക്കിത് ഉണ്ടാക്കണം. അങ്ങനെയാണെങ്കിൽ എന്തോരം ക്യാൻവാസ്, എന്തോരം തുണി വേണം എന്ന് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ അതായത് നമ്മൾ കണ്ടെത്തേണ്ടത് ബേസ് ഏരിയ നമുക്ക് കാണണ്ട. കാരണം ബേസിൽ എന്താണ്? മണ്ണല്ലേ, നമ്മൾ ബേസിലൊന്നും ഇടുന്നില്ല. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലാറ്ററൽ സർഫസ് ഏരിയ. സോ ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കണം, അതാണ് നമ്മുടെ ലക്ഷ്യം. വി നോ ദാറ്റ് ലാറ്ററൽ സർഫസ് ഏരിയ കാണണമെങ്കിൽ ഇതാണ് πr_l. ദിസ് ഈസ് ലാറ്ററൽ സർഫസ് ഏരിയ. പക്ഷേ ഇതിനകത്ത് റേഡിയസ് തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ റേഡിയസ് കണ്ടുപിടിക്കണം. സ്ലാൻഡ് ഹൈറ്റ് തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അതും കണ്ടുപിടിക്കണം. സ്ലാൻഡ് ഹൈറ്റ് കാണാനാണെങ്കിൽ റേഡിയസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ചെയ്താൽ മതി, റൂട്ട്. പക്ഷേ റേഡിയസ് കാണാതെ സ്ലാൻഡ് ഹൈറ്റ് കാണാനും പറ്റില്ല, റേഡിയസ് തന്നിട്ടില്ല. റേഡിയസ് നമുക്ക് ഇവിടെ നിന്ന് കാണാം. റേഡിയസ് ഇസിക്കൽ ടു പെരിമീറ്റർ തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ പെരിമീറ്റർ ദാറ്റ് ഈസ് 15.24 ഡിവൈഡഡ് ബൈ 2π. 2π എന്ന് പറഞ്ഞാൽ നിങ്ങൾ പൈയുടെ വില കൊടുത്ത് ഗുണിക്കുക, എന്നിട്ട് ഇതിനെ ഹരിക്കുക. അതായത് 15.24നെ 2 into π, പൈയുടെ വില 3.14 എടുത്ത് ഗുണിച്ചിട്ട് ഹരിക്കുക. അപ്പോൾ യു വിൽ ഗെറ്റ് 8. സോ യു വിൽ ഗെറ്റ് r ഇസിക്കൽ ടു 8. അപ്പോൾ ആറിൻ്റെ വില 8 ആണ്. അങ്ങനെയാണെങ്കിൽ എൽ കണ്ടുപിടിക്കാം. എൽ ഇസിക്കൽ ടു റൂട്ട് ഓഫ് എന്താണ്? ബേസ് സ്ക്വയർ പ്ലസ് പെർപെൻഡിക്കുലർ സ്ക്വയർ, ദാറ്റ് ഈസ് 8 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ. സോ ദിസ് ഇസിക്കൽ ടു എത്ര വരും? 64. 8 സ്ക്വയർ ഇസ് 64 പ്ലസ് ദിസ് ഇസ് 36, ദാറ്റ് ഈസ് 100. ഇതിനോട് കൂട്ടുമ്പോൾ 100 കിട്ടും. സോ എൽ ഇസിക്കൽ ടു റൂട്ട് 100 എന്ന് പറഞ്ഞാൽ എല്ലിൻ്റെ വില എത്രയാണ്? 10. കിട്ടിയോ? ക്ലിയർ? അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കുന്ന ലാറ്ററൽ സർഫസ് ഏരിയ πr_l ആണ് ചെയ്യേണ്ടത്. അതിനകത്ത് r എന്ന് പറഞ്ഞാൽ 8 ആണ്, l എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10. സോ ലാറ്ററൽ സർഫസ് ഏരിയ is equal to πr_l and it is equal to pi into 8 into what is L? L is equal to 10. This is equal to 18 pi. ഇതിൽ പറയുന്നത് 15 രൂപയാണെന്ന് പറഞ്ഞു. 15 രൂപ. അപ്പോൾ ഇൻറ്റു എന്ത് ചെയ്യണം? 15 കൂടി നമ്മൾ ചെയ്യണം. അപ്പോൾ അതിൻ്റെ വില കിട്ടുള്ളൂ. അങ്ങനെ 15 ചെയ്യാം. 15 ഇൻറ്റു
15 ഇൻറ്റു 8 0 ശിഷ്ട നമ്പർ 8 8 8 4 120 പൈ. സോ 120 പൈ. സോ പൈയുടെ വില കൊണ്ട് ഗുണിച്ചേ പറ്റൂ. അപ്പോൾ നമ്മൾ പൈയുടെ വില കൊണ്ട് ഗുണിച്ച് കഴിയുമ്പോൾ ജസ്റ്റ് നിങ്ങൾ ചെയ്തോളൂ. 3768 റുപ്പീസ് വരും. കിട്ടിയോ? ക്ലിയർ? 3.14 കൊണ്ട് നിങ്ങൾ ഗുണിക്കും. ഓക്കെ, താങ്ക് യു.